السلام عليكم ورحمة الله وبركاته. بسم الله والحمد لله والصلاة والسلام على رسول الله. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي. اللهم لا سهل إلا ما جعلته سهلا وأنت تجعل الحزن إذا شئت سهلا. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. അൽഹംദുലില്ലാ, നമ്മൾ കഴിഞ്ഞ ദിവസം 239 വരെയാണ് കവർ ചെയ്തല്ലേ. ഇന്ന് 240, 41, 42. 41, 42 ചെറിയ ആയത്തുകളാണ്. 40-ൽ ചെറിയൊരു വിശദീകരണം ആവശ്യമാണെന്ന് മാത്രം. ഇൻഷാ അല്ലാഹ് തുടങ്ങാം. 240 ആയത്ത്. വല്ലദീന യുതവഫൗന മിൻകും വയദറൂന അസ്വാജൻ വസിയ്യതൻ ലിഅസ്വാജിഹിം മതാഅൻ ഇലൽ ഹൗലി ഗൈറ ഇഖ്റാജ് ഫഇൻ خرجنا فلا جناح عليكم فيما فعلن في أنفسهن من معروف والله عزيز حكيم. നിങ്ങളിൽ നിന്ന് യാതൊരു കൂട്ടർ മരിക്കുകയും ഭാര്യമാരെ വിട്ടേച്ചു പോവുകയും ചെയ്യുന്നുവോ തങ്ങളുടെ ഭാര്യമാർക്ക് ഒരു വസീയത്ത് അവർ ചെയ്യേണ്ടതാണ്. അതായത് വീട്ടിൽ നിന്ന് പുറത്താക്കാത്ത വിധം ഒരു കൊല്ലത്തേക്കുള്ള ഒരു വിഭവം. ഇനി അവർ സ്വയം പുറത്തു പോയെങ്കിൽ അവർ തങ്ങളുടെ ദേഹങ്ങളുടെ കാര്യത്തിൽ സദാചാര മര്യാദയായി ചെയ്യുന്നതിൽ നിങ്ങളുടെ മേൽ തെറ്റില്ല. അല്ലാഹു പ്രതാപശാലിയും അഗാധജ്ഞനുമാകുന്നു. വാക്കർത്ഥം: വല്ലദീന യാതൊരുത്തർ, യുതവഫൗന അവർ മരണപ്പെടുന്നു, വാവ് ഫ യ, മിൻകും നിങ്ങളിൽ നിന്ന്, വയദറൂന അവർ വിട്ടേക്കുകയും ചെയ്യുന്നു, വാവ് ദാൽ റോ, അസ്വാജൻ ഭാര്യമാരെ, വസിയ്യതൻ വസിയ്യ, വാവ് സ്വാദ് യ, ലി അസ്വാജിഹിം അവരുടെ ഭാര്യമാർക്ക്, മതാഅൻ ജീവിത വിഭവം ആയിട്ട്. അസ്വാജ് മതാഅക്ക നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന വാക്കുകൾ തന്നെയാണ്, അതുകൊണ്ടാണ് റൂട്ട് എഴുതാത്തത് കേട്ടോ. ഇലൽ ഹൗലി ഇതും നമ്മൾ കണ്ടതാണ്. ഹൗലേനി കാമിലേനി അല്ലെ. ഇലൽ ഹൗലി കൊല്ലത്തേക്ക്, ഹ വാവ് ലാം, ഗൈറ ഇഖ്റാജ് പുറത്താക്കൽ കൂടാതെ, ഫഇൻ ഖറജ്ന ഇനി അവർ പുറത്തു പോയാൽ, ഇഖ്റാജ് ഖറജ് ഒക്കെ സെയിം റൂട്ട്, ഖ റ ജീം, ഫലാ ജുനാഹ അപ്പോൾ കുറ്റമില്ല, അലൈക്കും നിങ്ങൾക്ക്, ഫീമ ഫഅൽന അവർ ചെയ്തതിൽ, അവർ ആരാണ് ഇവിടെ? സ്ത്രീകൾ അല്ലെ. ഫി അൻഫുസിഹിന്ന അവരുടെ കാര്യത്തിൽ, അഗൈൻ ഹിന്ന അവർ സ്ത്രീകളാണ്, മിൻ മഅറൂഫിൻ മര്യാദ അനുസരിച്ച്, വല്ലാഹു അല്ലാഹു അസീസുൻ പ്രതാപശാലി, ഹക്കീം അഗാധജ്ഞൻ. തഫ്സീർ നോക്കാം. വല്ലദീന യുതവഫൗന മിൻകും നിങ്ങളുടെ ഇടയിൽ നിന്ന് മരണപ്പെട്ടവര്. ഓക്കെ, യുതവഫൗന വഫ എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞില്ലേ, മുഴുവനായിട്ട് ഉപയോഗിക്കുക, എന്തെങ്കിലും ഒരു കാര്യത്തിന് മുഴുവനായിട്ട് എടുക്കപ്പെടും. അപ്പൊ ഇവിടെ അവരവരുടെ ജീവിതത്തിന്റെ ആ ഒരു കോൺട്രാക്ട് കംപ്ലീറ്റ് ആക്കിയിട്ട് അവരുടെ റൂഹ് എടുക്കപ്പെടുക. അള്ളാഹു സുബ്ഹാനഹു വ തആല മലക്കുൽ മൗത്ത് അവരുടെ റൂഹ് എടുക്കുമ്പോഴാണ് എന്താണ് അവർ യുതവഫാന എന്നുള്ള, അതായത് വഫാത്ത് മരണത്തിന്റെ കാറ്റഗറിയിൽ പെടുന്നത്. അപ്പം ഇവിടെ ഉദ്ദേശിക്കുന്നത് പുരുഷന്മാരല്ലേ. വല്ലദീന യുതവഫൗന മിൻകും നിങ്ങളിൽ നിന്ന്, അതായത് വിശ്വാസികളിൽ നിന്ന് അല്ലെ, മുസ്ലിം ആയിട്ടുള്ള വിശ്വാസികളായിട്ടുള്ള പുരുഷന്മാരിൽ നിന്ന് അവർ മരിക്കുമ്പോൾ, വയദറൂന അസ്വാജ അവരവരുടെ ഭാര്യമാരെ വിട്ടേച്ചു പോകുമ്പോൾ, യദറൂന വദറ എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും ഒരു കാര്യത്തിന് അതേപോലെ വിടുന്നതിനാണ്, ലീവ് ചെയ്യുന്നതിനാണ് വദറ എന്ന് പറയുന്നത്. അസ്വാജ് സൗജിന്റെ പ്ലൂറൽ. അസ്വാജ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഇണകളാണ്. പക്ഷെ ഇവിടെ പുരുഷന്മാരുടെ കാര്യം പറഞ്ഞത് കൊണ്ട് ഇവിടുത്തെ അസ്വാജ് എന്താണ്? ഭാര്യമാരാണ്. അപ്പം അവരുടെ ഭാര്യമാരെ ഭാര്യമാരെ വിധവകളാക്കിയിട്ട് അവര് മരണപ്പെടുകയാണ്. അപ്പം എന്ത് ചെയ്യുന്ന കാര്യം പറയുന്നത്? വസിയ്യ ഒരു വസിയ്യത്ത്, അതായത് വില്ല്, ലി അസ്വാജിഹിം അവരുടെ ഭാര്യമാർക്ക് വേണ്ടിയിട്ട്. അപ്പൊ പുരുഷന്മാര് അവര് മരിക്കുന്നതിന് മുമ്പ് അവരുടെ ഭാര്യമാരുടെ പേരിലേക്ക്, ഭാര്യമാർക്ക് വേണ്ടിയിട്ട് ഒരു വസിയ്യത്ത് ചെയ്യേണ്ടിയിരിക്കുന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ എന്താണ് വസിയ്യ? നമ്മൾ മുമ്പ് കണ്ടതാണ് വിശദമായിട്ട് അല്ലെ. വസിയ്യ എന്ന് പറഞ്ഞാൽ വില്ല് എഴുതുക, അതായത് ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഇൻസ്ട്രക്ഷൻ, ഒരുപാട് ഊന്നൽ കൊടുത്തുകൊണ്ട് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കൽപ്പന, അല്ലെങ്കിൽ ഇന്ന കാര്യം ചെയ്യണം. ഒരു വ്യക്തി അദ്ദേഹത്തിന്റെ കുടുംബത്തോട് അല്ല അദ്ദേഹത്തിന്റെ പ്രിയപ്പെട്ടവരോട് പറയണം, ഞാൻ മരിക്കുമ്പോൾ ഇന്ന കാര്യങ്ങൾ നിങ്ങൾ എന്റെ സ്വത്ത്
കൊണ്ട് ചെയ്യണം, അല്ലെങ്കിൽ എൻ്റെ മക്കൾക്ക് ഇന്ന കാര്യങ്ങൾ സെറ്റാക്കി കൊടുക്കണം, അതല്ലെങ്കിൽ എന്തെങ്കിലും അയാൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് കൊടുക്കുന്ന എന്തെങ്കിലും ഒരു ഇൻസ്ട്രക്ഷൻ, അതിന് ഒരുപാട് ഊന്നൽ കൊടുത്ത് അത് അതേപോലെ പാലിക്കാൻ വേണ്ടി കൊടുക്കുന്ന കാര്യങ്ങൾക്കാണ് വസിയ എന്ന് പറയുന്നത്. നമ്മൾ കണ്ടിരുന്നു ഇബ്രാഹിം അലൈഹിസ്സലാമും യാക്കൂബ് അലൈഹിസ്സലാമും ഒക്കെ മരിക്കുമ്പം അവരവരുടെ മക്കളുടെ അടുത്ത് എന്ത് വസിയത്താണ് പറഞ്ഞിട്ട് പോയത്? അവര് ദീനിൽ സ്ട്രോങ് ആയിട്ട് നിൽക്കണം, അല്ലെ, തൗഹീദ് അല്ലാഹു സുബ്ഹാനഹു വ തആല മാത്രമേ ആരാധിക്കാൻ പറ്റുള്ളൂ എന്നൊക്കെ സൂറത്തുൽ ബഖറയുടെ ജുസു 1 അവസാനത്തിൽ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു, അല്ലെ. അപ്പം വസിയ എന്ന് പറയുന്നത് ഒരു സ്വത്തിന് മാത്രം ബാധിക്കുന്ന ഇൻസ്ട്രക്ഷൻ അല്ല, എന്തും ആവാം. ആ ഒരു വ്യക്തി എന്ത് ഇമ്പോർട്ടൻ്റ് ആയിട്ട് കാണുന്നോ അതിനെ കുറിച്ച് പറയുന്ന എന്തൊരു ഇൻസ്ട്രക്ഷനും, സ്വന്തം മക്കളെ കുറിച്ച്, ഇപ്പം എൻ്റെ കുട്ടിക്ക് ഇന്ന കാര്യം ചെയ്തു കൊടുക്കണം, അല്ലെങ്കിൽ ഇന്ന സ്കൂളിൽ അഡ്മിഷൻ എടുക്കണം, അങ്ങനെയൊക്കെ ഓരോ കാര്യങ്ങൾ പറഞ്ഞ് ഏൽപ്പിച്ചു പോകില്ലേ. ഓക്കെ, അത് ഞാൻ മരിച്ചതിന് ശേഷം നിങ്ങൾ അത് ചെയ്യണം എന്നുള്ള രീതിയിൽ പറയുന്നതിനാണ് വസിയ എന്ന് പറയുന്നത്. അപ്പം ഇവിടെ പറയുന്നത് പുരുഷന്മാര് അവര് ഒരു വസിയത്ത് ചെയ്തിരിക്കണം. എന്തിന്? അവരുടെ ഭാര്യമാരുടെ ഫേവറിൽ, ഭാര്യമാർക്ക് വേണ്ടിയിട്ട്. സുബ്ഹാനല്ലാഹ്. സ്വാഭാവികമായിട്ടും ആർക്കും എപ്പോഴാ മരിക്കുക എന്നുള്ളത് അറിയില്ല, അല്ലെ. എപ്പോഴാണ് ഈ വസിയത്ത് ചെയ്യേണ്ടത്? അവരുടെ നോർമൽ ആയിട്ടുള്ള ജീവിതത്തിൽ സുബ്ഹാനല്ലാഹ് അവരുടെ വസിയത്ത് ചെയ്യണമെന്നാണ് ഇവിടെ പറയുന്നത്. ഏതൊരു വ്യക്തിയും, അല്ലെ, അയാള് മരണം വരാൻ വേണ്ടി കാത്തു നിൽക്കാതെ അയാൾ ഹെൽത്തി ആയിരിക്കുമ്പോൾ അയാള് അതായത് സ്വത്തുള്ള എന്തെങ്കിലും ചെയ്യേണ്ട ഒരാളാണെന്നുണ്ടെങ്കിൽ, ആരോഗ്യമുള്ളപ്പോൾ തന്നെ റിസ്കിനൊന്നും വേണ്ടി വെയിറ്റ് ചെയ്യാതിരിക്കുന്ന ആ സാഹചര്യത്തിൽ തന്നെ വസിയത്ത് ചെയ്യണം. വസിയത്തിന്റെ ഡീറ്റെയിൽസ് ഒക്കെ നമ്മൾ മുന്നേ കണ്ടതാണ്. പിന്നെ നമ്മൾ കണ്ടിരുന്നു, ഒരു വ്യക്തി മരിച്ചു കഴിഞ്ഞാൽ അദ്ദേഹത്തിന്റെ സ്വത്ത് സ്വാഭാവികമായിട്ടും അനന്തരാവകാശികൾക്ക് ശരിയ നിയമപ്രകാരം ഷെയർ ചെയ്യണം, അല്ലേ. കൂടുതൽ വിവരങ്ങൾ നമ്മൾ സൂറത്ത് നിസായിൽ ഡിസ്കസ് ചെയ്യും എന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം അങ്ങനെ വരുമ്പം എത്രയാണ് വസിയത്ത് ചെയ്യുന്നതെന്ന് നമ്മൾ പഠിച്ചത് 1/3, അല്ലെ. മൊത്തത്തിലുള്ള സ്വത്തിന്റെ 1/3 ഇന്ന കാര്യങ്ങൾക്ക്, ഇപ്പോൾ ഇന്ന ഓർഫനേജിന് വേണ്ടി കൊടുക്കാം, അല്ലെങ്കിൽ ഇന്ന പള്ളിക്ക് വേണ്ടി കൊടുക്കാം, അല്ലെങ്കിൽ എൻ്റെ ഒരു അകന്ന ബന്ധു ഉണ്ട് അവർക്ക് കൊടുക്കാം, ഒരു ദരിദ്രരായിട്ടുള്ള ആരെങ്കിലും അവർക്ക് കൊടുക്കാം എന്നൊക്കെ ഒരു 1/3 വരെ ഒരു വ്യക്തിക്ക് എഴുതാൻ പറ്റും. പക്ഷെ ബാക്കി എന്താക്കണം? ശരിയാ നിയമപ്രകാരം അയാൾ മരിച്ചു കഴിഞ്ഞാൽ വിതരണം ചെയ്യണം, അല്ലെ, അവരുടെ അനന്തരാവകാശികൾ ഖുർആനിൽ പറഞ്ഞിരിക്കുന്നത് പോലെ. ഇനി നമ്മൾ ഇപ്പോൾ ഈ പഠിക്കുന്ന ഈ ഒരു ആയത്ത്, ഓക്കെ, 240 ഈ ഒരു ആയത്ത് നേരത്തെ ഇറങ്ങിയ ആയത്ത് ആണ്, മുൻ കാലഘട്ടത്തിൽ ഇറങ്ങിയ ആയത്തുമാണ്. ഈ ആയത്ത് പിന്നീട് നസ്ഖ് ചെയ്യപ്പെട്ട ആയത്താണ്. നസ്ഖിനെ കുറിച്ച് നമ്മൾ മുന്നേ പറഞ്ഞിട്ടുണ്ട്. പുതിയ ആൾക്കാരുണ്ടെങ്കിൽ നമ്മൾ നസ്ഖിന്റെ ക്ലാസ് ഒന്ന് കേൾക്കാൻ ശ്രമിക്കാം. ഓക്കെ, ക്യാൻസൽ ചെയ്യപ്പെട്ട ആയത്താണ്. അതായത് പിന്നീട് മീറാസിന്റെ, അതായത് അനന്തര അവകാശ സ്വത്തിന്റെ നിയമങ്ങൾ ഇറങ്ങിയപ്പോൾ ഈ ഒരു ആയത്ത് ക്യാൻസൽ ചെയ്യപ്പെട്ടതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പക്ഷേ ഈ ഒരു ആയത്ത് ഖുർആനിൽ കീപ്പ് ചെയ്തിട്ടുണ്ട്. നസ്ഖിന്റെ വിശദ വിവരങ്ങൾ പറഞ്ഞപ്പോൾ നമ്മൾ പറഞ്ഞിരുന്നു പല രീതിയിൽ നസ്ഖുകളുണ്ട്, അല്ലെ. നസ്ഖ് ആയത്തിനെ കീപ്പ് ചെയ്തുകൊണ്ടും ആയത്തിനെ എടുത്ത് കളഞ്ഞുകൊണ്ടും നസ്ഖുകളുണ്ട്. പക്ഷെ ഈ ആയത്ത് ക്യാൻസൽ ചെയ്യപ്പെട്ട, നസ്ഖ് ചെയ്യപ്പെട്ട ആയത്താണെങ്കിൽ പോലും അല്ലാഹു സുബ്ഹാനഹു വ തആല ഇത് ഖുർആനിൽ കീപ്പ് ചെയ്തിട്ടുണ്ട്. അതിന് പ്രയോജനങ്ങളുണ്ട്, നമ്മൾ അതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്യും. അതായത് ഇങ്ങനെ ക്യാൻസൽ ചെയ്തിട്ടും ഈ ആയത്ത് എന്തുകൊണ്ട് വെച്ചു എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്, എന്താണ് അതിന്റെ പ്രയോജനം എന്ന് നമുക്ക് ഇത് തന്നെ ഡിസ്കസ് ചെയ്യാം ഇൻഷാ അല്ലാഹ്. അപ്പം ഇവിടെ പറഞ്ഞിട്ടുള്ളത് പുരുഷന്മാര് എന്താണ് അവരുടെ ഭാര്യമാർക്ക് വേണ്ടിയിട്ട് വസീയത്ത് ചെയ്യണം എന്നല്ലേ. അത് അതായത് അവർക്ക് എത്ര ഭാര്യമാരുണ്ടെങ്കിലും, 1, 2, 3, 4 ഉണ്ടെങ്കിലും ഇനി ഭാര്യമാര് റിച്ച് ആണെങ്കിൽ പോലും അവര് വസീയത്ത് ചെയ്യണം എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഈ നിയമം ആ ഒരു സമൂഹത്തിൽ, അതായത് ഇത് നസ്ഖ് ചെയ്തുള്ള നിയമം വരുന്നത് വരെ അവർക്ക് ബാധകമായിരുന്നു. ഓക്കെ, അപ്പം ഏത് തരത്തിലും ഒരു പുരുഷൻ അവന്റെ ഭാര്യക്ക് മക്കളുണ്ടായിക്കോട്ടെ, അവൾക്ക് സ്വത്ത് ഉണ്ടായിക്കോട്ടെ, കുടുംബം ഉണ്ടായിക്കോട്ടെ, അവളുടെ പ്രായം എന്തായിക്കോട്ടെ, അവളുടെ ഫിനാൻഷ്യൽ സ്റ്റേറ്റസ് എന്തായിക്കോട്ടെ, അവൾക്ക് വേണ്ടി വസിയത്ത് ചെയ്യണം എന്നായിരുന്നു നിയമം. ഓക്കെ, നസ്ഖ് ചെയ്യപ്പെടാന്ന് പറഞ്ഞാൽ ആ നിയമം ഇപ്പം പ്രാബല്യത്തിൽ ഇല്ല, അത് ക്യാൻസൽ ഔട്ട് ചെയ്ത നിയമമാണ്. ഇനി എന്താണ് ചെയ്യേണ്ടത്? മതാഅൻ ഇലൽ ഹൗൽ. എന്താണ് ആ വസിയത്തിൽ വേണ്ടത്? അവൾക്ക് 1 വർഷത്തേക്ക് വേണ്ട മതാ നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞത്, അല്ലെ. അവൾക്ക് പ്രയോജനപ്രദമായ, ഉപയോഗിക്കാൻ പറ്റുന്ന വസ്തുക്കൾ. അപ്പം ഹസ്ബൻഡ് എന്താക്കണം? അവൾ വില്ല എഴുതണം, അല്ലെ. ഇത്ര ലക്ഷം, അല്ലെങ്കിൽ എന്റെ സ്വത്തിൽ നിന്ന് ഇത്രയും ഞാൻ മരിക്കുമ്പോൾ എന്റെ ഭാര്യക്ക് വേണ്ടിയിട്ടുള്ള മുതാ എന്ന് പറയും. ഓക്കെ, അവൾക്ക് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് ഉള്ളതാണ്. അല്ലെങ്കിൽ എന്താ പറയാ, ഈ
അവൾക്ക് ഇന്ന ഇന്ന സൗകര്യങ്ങൾ താമസിക്കാനാണെങ്കിലും അല്ലെങ്കിൽ അവളുടെ ചെലവിനാണെങ്കിലും ഈ ഒരു കൊല്ലത്തേക്ക് ഇന്ന രീതിയിൽ ചെയ്യണം എന്നുള്ളത് വസിയത്ത് ചെയ്യണമായിരുന്നു. അപ്പം ഹൗൽ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം വർഷം അല്ലെ. അപ്പൊ അതിന്റെ കൂടെ ഒരു കാര്യം കൂടെ പറഞ്ഞിട്ടുണ്ട്, വൈറ ഇഹ്റാജ്, അതായത് അവളെ പുറത്താക്കാതെ. ഇഹ്റാജ് എന്ന് പറഞ്ഞാൽ, ഖുറൂജ് എന്ന് പറഞ്ഞാല് പുറത്തേക്ക് പോലെ, ഇഹ്റാജ് എന്ന് പറഞ്ഞാൽ പുറന്തള്ളാതെ. അവള് ആ വീട്ടിൽ നിന്ന്, അവൾ എവിടെയാണോ അവളുടെ ഹസ്ബൻഡിന്റെ കൂടെ താമസിച്ചത് ആ വീട്ടിൽ നിന്ന് അവളെ പുറത്താക്കാത്ത രീതിയിൽ, അതായത് അവൾക്ക് അവിടെ പാർപ്പിടം താമസിക്കാനും സ്ഥലം കൊടുക്കണം, അവളുടെ ചെലവുകളും മെയിൻറ്റെയിൻ ചെയ്തിരിക്കണം ഒരു വർഷത്തേക്ക്. സുബ്ഹാനല്ലാഹ്. ഭർത്താവ് മരിച്ചു കഴിഞ്ഞാലും അവിടെ ഏകദേശം അവിടെ കംപ്ലീറ്റ് ഒരു വർഷം അവിടെ തന്നെ താമസിക്കാനും അവളുടെ ചെലവുകൾ കിട്ടാനും ഉള്ള അവകാശം ആ സ്ത്രീക്ക് ഉണ്ടായിരുന്നു. അതായത് ഭർത്താവ് മരിച്ച സ്ത്രീകൾക്ക് ഉണ്ടായിരുന്നു. അതിനുശേഷം മാത്രമേ ഈ ഒരു സ്വത്ത്, കാരണം സ്വത്തിന് അനന്തരാവകാശ നിയമങ്ങൾ ഉണ്ടല്ലോ. ഇപ്പൊ മക്കളുണ്ടെങ്കിൽ അവർക്ക് അവകാശപ്പെട്ടതുണ്ടാവും, അപ്പ ഉമ്മ അവർക്കൊക്കെ അവകാശങ്ങൾ ഉണ്ടാവും. അപ്പം അങ്ങനെ ഈ ഒരു വീട്ടിൽ അവകാശം ഉണ്ടെങ്കിൽ പോലും ഇവളുടെ ഈ ഒരു വർഷത്തെ കാര്യം കഴിഞ്ഞിട്ടേ അത് ഡിവൈഡ് ചെയ്യാൻ പോലും പാടുണ്ടായിരുന്നുള്ളൂ. അത് വീട് മാത്രമല്ല, അവളുടെ എക്സ്പെൻസസും, ആ വിധവയുടെ എക്സ്പെൻസസും കൂടെ അവിടെ കവർ ചെയ്യുന്ന രീതിയിലായിരിക്കണം വസിയത്ത് എഴുതേണ്ടിയിരുന്നത്. അപ്പൊ മതാഅൻ ഇലൽ ഹൗലി ഗൈറ ഇഹ്റാജ്, രണ്ട് കാര്യങ്ങൾ അല്ലെ, എക്സ്പെൻസും ഉണ്ട്, താമസ സ്ഥലവും ഉണ്ട്, ഫുൾ വർഷത്തേക്ക്. പക്ഷെ നമുക്കറിയാം ഒരു സ്ത്രീയുടെ ഇദ്ദ എന്ന് പറയുന്നത് 4 മാസവും 10 ദിവസമാണ് അല്ലെ. ഭർത്താവ് മരിച്ച സ്ത്രീയുടെ ഇദ്ദ എന്ന് പറയുന്നത് 4 മാസവും 10 ദിവസമാണ്. അത് കഴിഞ്ഞ ശേഷം അവൾക്ക് പോവാം. പക്ഷെ ഞാൻ പറഞ്ഞു, ആദ്യ കാലഘട്ടത്തില് ശരിക്കും പുരുഷന്മാർ മരിച്ചു കഴിഞ്ഞാൽ ഒരു വർഷം അവര് അപ്പം ഈ ഒരു നിയമം ആദ്യ കാലഘട്ടത്തിലായിരുന്നു. അപ്പം ഒരു വർഷം വരെയാണ് അവരവിടെ ജീവിക്കേണ്ടത്. മാത്രമല്ല ഭർത്താവിന്റെ ചെലവിലായിരിക്കുകയും വേണം ജീവിക്കേണ്ടത്. അപ്പം അവളുടെ അവകാശത്തിന് അവിടെ ഫസ്റ്റ് ഇമ്പോർട്ടൻസ് കൊടുക്കുകയാണ്. അത് കഴിഞ്ഞിട്ടേ എന്താണ് സ്വത്ത്, സഹോദരൻ ഉണ്ടെങ്കിലും വാപ്പുണ്ടെങ്കിലും ഉമ്മ ഉണ്ടെങ്കിലും മക്കളുണ്ടെങ്കിലും ഒക്കെ അവർക്ക് അതിൽ നിന്ന് അവകാശം എടുക്കാൻ പറ്റുള്ളൂ. അവരെല്ലാം സെക്കൻഡറി ആവണം. അവള് ഭാര്യയാണ് പ്രൈമറി, അല്ലെ. ഭാര്യക്കാണ് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ്. സുബ്ഹാനല്ലാഹ്. അപ്പം ഈ ഒരു നിയമം എന്ന് പറയുന്നത് അന്നത്തെ കാലഘട്ടത്തിൽ ഭയങ്കര ഫിനോമിനൽ, അതായത് ഭയങ്കര മഹത്തായ ഒരു നിയമം തന്നെ വേണം പറയാൻ. കാരണം അന്നത്തെ കാലത്ത് സുബ്ഹാനല്ലാഹ് സ്ത്രീകളുടെ അവസ്ഥ പരിഗണിച്ച് നോക്കുമ്പോൾ അവൾക്ക് ഇങ്ങനെ ഒരു അവകാശം വെച്ചു കൊടുക്കുക എന്ന് പറയുന്നത് ഇമ്പോസിബിൾ ആയിട്ടുള്ള ഒരു കാര്യമാണ്. കാരണം നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു അല്ലെ, ഭർത്താക്കന്മാര് മരിച്ചാല് ഭാര്യമാരെ ഒരു പ്രോപ്പർട്ടി ആയിട്ട് കൈവശപ്പെടുത്തുന്ന ഒരു രീതി പോലും ജാഹ്ലിയ കാലത്തുണ്ടായിരുന്നു. അതായത് ഭർത്താവ് മരിച്ചു കഴിഞ്ഞാൽ മറ്റു സ്വത്തുക്കൾ അല്ലെ, പൈസയും വീടും പറമ്പും ഫർണിച്ചറും കാറും ഒക്കെ ഡിവൈഡ് ചെയ്യുന്നത് പോലെ ഭാര്യയെ പോലും ഡിവൈഡ് ചെയ്തെടുക്കുന്ന അത്രയും റെസ്പെക്ട് കൊടുക്കാത്ത അല്ലെ. ഇപ്പം ഏട്ടൻ മരിച്ചു കഴിഞ്ഞാൽ ഏട്ടന്റെ സ്വത്ത് എടുക്കുന്നതിന്റെ കൂടെ ഏട്ടന്റെ ഭാര്യയും സ്വന്തമാക്കുന്ന ലെവലിൽ സ്ത്രീനെ ഒരു കമ്മോഡിറ്റി ആയിട്ട്, ഒരു പ്രോപ്പർട്ടി ആയിട്ട് കരുതിയിരുന്ന ഒരു സമൂഹത്തിലേക്കാണ് അള്ളാഹു സുബ്ഹാനഹു തആല ഈ നിയമം കൊണ്ടുവരുന്നത്. ഭർത്താവ് മരിച്ചു കഴിഞ്ഞാൽ ഒരു കൊല്ലത്തേക്ക് അവളുടെ അടുത്ത് ആ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാനും പറയാൻ പാടില്ല, അവൾക്ക് അവളുടെ ചെലവുകളും കൊടുക്കണം. അതിനുശേഷമേ ഈവൻ ആ സ്വത്ത് നിങ്ങൾക്ക് അവകാശപ്പെട്ടതാണെങ്കിൽ പോലും അത് ഡിവൈഡ് ചെയ്ത് എടുക്കാൻ പാടുള്ളൂ. സുബ്ഹാനല്ലാഹ്, സുബ്ഹാനല്ലാഹ്. അപ്പം എങ്ങനെയുള്ള ഒരു സമൂഹത്തിലേക്കാണ് ഈ ഒരു നിയമം കൊണ്ടുവന്നത് നോക്കല്ലേ. മതാഅൻ ഇലൽ ഹൗലി ഗൈറ ഇഹ്റാജ്, വളരെ നല്ല കാര്യം തന്നെയാണ്. അവൾക്ക് ഒരു കൊല്ലത്തോളം സുഖമായിട്ട് എല്ലാം എൻജോയ് ചെയ്യാൻ പറ്റും, ഒക്കെ ശരി തന്നെയാണ്. പക്ഷേ അവിടെ ചില പ്രശ്നങ്ങളുണ്ട്, അപകടങ്ങളുണ്ട് അല്ലെ. സപ്പോസ് അവർക്കൊരു മോനുണ്ടെന്ന് വെക്കാം. ആ മോന് പൈസന്റെ കുറച്ച് ആവശ്യങ്ങളുണ്ട്. ചിലപ്പം അവന്റെ വിദ്യാഭ്യാസം കംപ്ലീറ്റ് ചെയ്യാനായിരിക്കും, അല്ലെങ്കിൽ എന്തെങ്കിലും ജോലിക്ക് വേണ്ടി യാത്ര ചെയ്യാനായിരിക്കും, ബിസിനസ്സിൽ ഇൻവെസ്റ്റ് ചെയ്യാനായിരിക്കും, ഇനി അവന്റെ കടം വീട്ടാൻ, അല്ലെങ്കിൽ അവന് കല്യാണം കഴിക്കാൻ, ഇങ്ങനെയുള്ള ആവശ്യങ്ങൾക്കൊക്കെ മോന് പൈസ ആവശ്യമുണ്ടെന്ന് നോക്കാം. മോന് സ്വാഭാവികമായിട്ടും ഉപ്പന്റെ സ്വത്തിൽ ഷെയറും ഉണ്ട്. ഉപ്പൊക്കെ ഈ വീട് മാത്രമേ ഉള്ളൂ സ്വത്തായിട്ട് നോക്കാം. അപ്പൊ ശരിക്കും ഈ പൈസ അവിടെ സ്റ്റക്കാണ് അല്ലെ. കാരണം വീട് വെക്കാൻ പറ്റില്ല. ഉമ്മക്ക് നിയമപ്രകാരം ഉമ്മക്ക് അവകാശപ്പെട്ട അതിൽ ഒരു വർഷം വരെ അത് തൊടാൻ പറ്റില്ല അല്ലെ. അപ്പൊ ഉമ്മനെ പുറത്തിറക്കാനും പറ്റില്ല, ഗൈറ ഇഹ്റാജ്. അപ്പം ഒരു വർഷം വരെ വെയിറ്റ് ചെയ്യാന്ന് പറയുന്നത് അത് ഭയങ്കര വലിയ, ചിലപ്പം അവന് അതിനകത്ത് ഒരു 25% ഷെയർ ഉണ്ടാവുള്ളായിരിക്കും. ആ വീട്ടിൽ വേറെ മക്കൾ ഉണ്ടാവുമായിരിക്കും, അല്ലെങ്കിൽ വേറെ അവകാശികൾ ഉണ്ടാവുമായിരിക്കും, വേറെ 25% ഷെയർ ഉണ്ടായിരിക്കും. പക്ഷെ ആ 25% പോലും ഈ ഒരു വർഷം വരെ ഇവന് കിട്ടാതിരിക്കുമ്പോൾ അവന്റെ പല കാര്യങ്ങളും നീണ്ടു പോകും അല്ലെ. സുബ്ഹാനല്ലാഹ്.
അപ്പം ആ അത്രയും കാലം ഫുൾ ഒരു മെജോറിറ്റി ഷെയർ ഉമ്മ കീപ്പ് ചെയ്യാന്നുള്ളത് ഫെയർ അല്ല. അതേപോലെ തന്നെ മറ്റു അവകാശികൾ ഉണ്ടാവും അല്ലെ, സഹോദരങ്ങളോ ഉമ്മയോ വാപ്പയോ ഒക്കെ ഉണ്ടാവും ഈ മരിച്ച ആളുടെ അവകാശികളായിട്ട്. അവർക്കും അവരുടേതായ അവകാശങ്ങളുണ്ട് അല്ലെ. സുബ്ഹാനല്ലാഹ്. അപ്പം ഇത്രയും കാലം അത് ഉമ്മ മാത്രം കൈവശം അല്ലെങ്കിൽ ഭാര്യ മാത്രം കൈവശപ്പെടുത്തിയിരുന്നു കഴിഞ്ഞാൽ ശരിയാവില്ല. അള്ളാഹു സുബ്ഹാനഹു വതആല ഈ ഒരു ആയത്തിനെ നസ്ഖ് ചെയ്തു. പിന്നീട് ഏത് രണ്ടായത്തുകൾ വെച്ചിട്ടാണെന്ന് അറിയണം നസ്ഖ് ചെയ്തത്. ഒന്ന് നമ്മൾ ഓൾറെഡി പഠിച്ച 234 ആയത്ത്, വല്ലദീന യുതവഫൗന മിൻകും വയദറൂന അസ്വാജൻ യതറബ്ബസ്ന ബിഅൻഫുസിഹിന്ന അർബഅത അശ്ഹുരിൻ വഅശ്റാ. അതായത് സ്ത്രീകളുടെ ഇദ്ദ, ഭർത്താവ് മരിച്ച സ്ത്രീകളുടെ ഇദ്ദ എത്രയാണ്? 4 മാസം 10 ദിവസമാണ്. അത് വെച്ചിട്ട് എന്താക്കി, ആദ്യം കട്ട് ചെയ്തു. ഓക്കെ, ആ ഒരു ആയത്ത് വെച്ചിട്ട് ഇതിനെ ക്യാൻസൽ ചെയ്തു. സ്ത്രീകളുടെ ഇദ്ദ ഇവിടെ ഈ ഒരു ആയത്തിൽ 1 വർഷം എന്ന് പറയുന്നിടത്ത് എന്താക്കി, 4 മാസം 10 ദിവസമാക്കി ചുരുക്കി. അപ്പം അതിനുശേഷം ഡിവൈഡ് ചെയ്യാം. അത് ഇപ്പോഴും വാലിഡ് ആണ് കേട്ടോ. അപ്പൊ ഞാൻ പറഞ്ഞ സ്വത്ത് ഭർത്താവിന്റെ വീടും ഭർത്താവിന്റെ സ്വത്തും ഒക്കെ ആണെങ്കിലും അതിൽ വേറെ അവകാശികൾ ഉണ്ടെന്നുണ്ടെങ്കിലും ആ വീട് മാത്രം ലൈക്ക് വേറെ ഒന്നും ഡിവൈഡ് ചെയ്യാനില്ല എന്നുണ്ടെങ്കിൽ, ആ വീട് മാത്രമേ സ്വത്തായിട്ടുള്ളൂ എന്നുണ്ടെങ്കിൽ 4 മാസം 10 ദിവസം വരെ ഈ ഭാര്യയെ ഇവിടെ നിന്ന് പുറത്തിറക്കാൻ പാടില്ല. അതിനുശേഷമേ പറ്റുള്ളൂ. പക്ഷെ 1 വർഷം എന്നുള്ളത് 4 മാസം 10 ദിവസമാക്കി മാറ്റി. ഇനി രണ്ടാമത്തെ ഒരു ആയത്ത്, ഈ ആയത്തിനെ നസ്ഖ് ചെയ്യുന്നത് എന്ന് പറയുന്നത് സൂറത്ത് നിസായില് 12-ാമത്തെ ആയത്ത്. അവിടെ ഭർത്താവ് മരിച്ചാല് ഭാര്യയ്ക്ക് കിട്ടുന്ന അവകാശം, ഭാര്യയുടെ എന്താണ് ഷെയർ എന്താണെന്ന് പറയുന്നുണ്ട് അല്ലെ. വലഹുന്ന റുബഉ മിമ്മാ തറക്തും. നമുക്കിതൊക്കെ പിന്നീട് വിശദമായിട്ട് കാണാം ഇൻഷാ അല്ലാഹ്. വലഹുന്ന റുബഉ മിമ്മാ തറക്തും. എത്രയാണ് അവളുടെ അവകാശം? ക്വാർട്ടറിലെ 1/4. മൊത്തത്തിലുള്ളതിന്റെ 4/1 ഭാഗം അവൾക്കുള്ളതാണ്. അപ്പം ഈ 2 ആയത്തുകൾ വെച്ചിട്ട് ഇപ്പോഴത്തെ നമ്മളിപ്പോ പറഞ്ഞുകൊണ്ടിരിക്കുന്ന 240-ാമത്തെ ആയത്തിലെ നിയമത്തിനെ നസ്ഖ് ചെയ്തിട്ടുണ്ട്. ആണല്ലോ. ഓക്കെ, ഇനി ഇതിന്റെ പിന്നില് വേറെ എന്തെങ്കിലും ഹിക്മത്തുണ്ട്? അപ്പൊ നമ്മൾ ആദ്യം പറഞ്ഞു ഇതിപ്പോ 1 വർഷമൊക്കെ വെച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ അതിന്റെ അവകാശമുള്ള ആളുകൾക്കൊക്കെ അതൊരു പ്രയാസമായിരിക്കും അല്ലെ. അതുകൊണ്ട് ആ 1 വർഷം എന്നുള്ളത് 4 മാസം 10 ദിവസമാക്കി. അത് കഴിഞ്ഞാൽ അവർക്ക് അതിനെ ഉപയോഗിക്കാന്നുള്ള ഒരു ലെവലിലേക്ക് ആക്കി. പക്ഷെ നമ്മൾ വിചാരിക്കണ്ടോ, ഭാര്യക്ക് നല്ല സുഖമല്ലേ 1 കൊല്ലം മുഴുവനും അത് കിട്ടുകയാണെങ്കിൽ അതിന്റെ എല്ലാ എന്താണ് അവിടെ ചെലവുകളും കാര്യങ്ങളും ഒക്കെ നടക്കുകയാണെങ്കിൽ. പക്ഷെ അത് നീതിയാവില്ല അല്ലെ, മറ്റുള്ളവർക്ക് ഒരുപാട് പ്രയാസം ഉണ്ടാക്കും. സുബ്ഹാനല്ലാഹ്. അപ്പം അള്ളാഹു സുബ്ഹാനഹു വതആല അതിന് നീതി കൊണ്ടുവരാൻ വേണ്ടി ആ സമയവും കുറച്ചു, ഭാര്യയുടെ അവകാശവും കുറച്ചു. വേറെ ചില കേസിൽ ഭാര്യയ്ക്ക് 1/8 അവകാശമുള്ള കേസൊക്കെയാണ്. നമുക്ക് അതൊക്കെ വിശദമായിട്ട് പിന്നീട് പഠിക്കാം. ഇനി നമ്മൾ വിചാരിക്കുന്നുണ്ടാവും, എന്നാ പിന്നെ ഇതന്നെ ആദ്യം അങ്ങോട്ട് പറഞ്ഞാൽ പോരെ. ആദ്യം 1 കൊല്ലം എന്ന് പറഞ്ഞ പിന്നെ 4 മാസം 10 ദിവസം ആക്കിയത് അല്ലേ. അള്ളാഹ്ക്ക് ഇങ്ങനെ കൽപ്പന ട്രൈ ചെയ്യേണ്ട കാര്യമൊക്കെ ഉണ്ടോ? അത് ഇട്ട് നോക്കി നടക്കൂലെങ്കിൽ മാറ്റി, അതിന്റെ ആവശ്യമൊന്നും അള്ളാഹ്ക്ക് ഇല്ലല്ലോ. പിന്നെ എന്തിനാ അങ്ങനെ ഇട്ട്? സ്വാഭാവികമായിട്ട് തോന്നുന്ന ചോദ്യം, പക്ഷെ നമ്മൾ പുറത്തേക്ക് ചോദിച്ചിട്ടില്ലെങ്കിലും അല്ലെ, എന്തുകൊണ്ടായിരിക്കും ഇങ്ങനെ ഒരു നിയമം കൊടുത്തത്? ആദ്യം 1 കൊല്ലം നിന്ന് അവളെ എക്സ്പെൻസ് ഒക്കെ അവിടെ കവർ ചെയ്ത് പിന്നെ 4 മാസം 10 ദിവസത്തേക്കാക്കി. അന്നത്തെ കാലത്ത്, ജാഹിലിയ കാലത്ത് അല്ലെ, സുബ്ഹാനല്ലാഹ്, എന്തൊരു നിയമം, ഏതൊരു നിയമവും പുതിയതായിട്ട് കൊണ്ടുവരുമ്പോൾ അത് ഗ്രാജുവലി കൊണ്ടുവന്നത്. അതിന് ഏറ്റവും വലിയ ഉദാഹരണം നമുക്ക് എല്ലാവർക്കും അറിയാം അല്ലെ, മദ്യം വിലക്കിയത് 4 സ്റ്റേജ് ആയിട്ടാണ് അത് കൊണ്ടുവന്നത്. അപ്പം നിയമങ്ങൾ ഗ്രാജുവലി മെല്ലെ 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 കൊണ്ടുവരുന്നത് എന്തിനാ? ആളുകൾക്ക് അതിനെ ആക്സെപ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. കാരണം നമ്മൾ ജാഹിലിയ അറബുകളുടെ ഭർത്താവ് മരിച്ചതിന് ശേഷമുള്ള സ്ത്രീയുടെ അവസ്ഥ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലെ. അവള് 1 വർഷം കംപ്ലീറ്റ് ആയിട്ട് ആരും എത്താത്ത ഒരു ക്ലോസ്ഡ് ആയിട്ടുള്ള ഒരു സ്ഥലത്ത് വെള്ളം പോലും തൊടാൻ പറ്റാത്ത സാഹചര്യത്തിൽ ലോക്കപ്പ് ചെയ്ത രീതിയിലാണ് അവള് ജീവിച്ചിരുന്നത് ജാഹിലിയ കാലത്ത് ഭർത്താവ് മരിച്ച ഭാര്യ അല്ലെ. മാത്രമല്ല അവളെ പുറത്തേക്ക് കൊണ്ടുവരാനോ അല്ലെങ്കിൽ മറ്റുള്ളവരായിട്ട് ഇടപഴകാനോ പറ്റൂല. അതിനുശേഷം അവളെ ദുശകുനമായിട്ടാണ് കണക്കാക്കിയിരുന്നത് അല്ലെ. അപ്പം അങ്ങനെയുള്ള ഒരു സമൂഹത്തിലേക്ക് പെട്ടെന്ന് ഇതുപോലൊരു നിയമം കൊണ്ടുവരാന്ന് വെച്ചാല് സ്വീകാര്യമാവില്ല. അപ്പം അള്ളാഹു സുബ്ഹാനഹു വതആല പറഞ്ഞു, ഓക്കെ കുഴപ്പമില്ല, 1 വർഷം തന്നെ ഇരുന്നോട്ടെ. നേരത്തെയും 1 വർഷം തന്നെയാണ്, 1 വർഷം തന്നെ ഇരുന്നോട്ടെ. പക്ഷേ 1 വർഷം അവളൊരു നോർമൽ ആൾക്കാരെ പോലെ അവളുടെ ഭർത്താവിന്റെ വീട്ടിൽ അവൾക്ക് ജീവിക്കാം. എന്നിട്ട് അവൾക്ക് ചെലവും കാര്യങ്ങളും ഒക്കെ കൊടുക്കാം. അങ്ങനെ അതിനെ ആദ്യം ഈ ഒരു നിയമത്തിലേക്ക് കൊണ്ടുവന്നു. പിന്നീട് അടുത്ത സ്റ്റേജ് ആയിട്ട് ഇദ്ദനെ കുറച്ചിട്ട് 4 മാസം 10 ദിവസത്തിലേക്കാക്കി. സുബ്ഹാനല്ലാഹ്, സുബ്ഹാനല്ലാഹ്, എന്തൊരു ഹിക്മത്ത് അല്ലെ. സ്വാഭാവികമായിട്ടും പുറത്തുനിന്നുള്ള ആൾക്കാർ ഈ റദ്ദാക്കല്, നസ്ഖ്, ക്യാൻസലേഷൻ എന്നൊക്കെ പറയുമ്പോൾ
എന്തായിരിക്കും പറയുന്നല്ലേ? ഓ, ഖുർആൻ ഇങ്ങനെയാണ്, ഖുർആനിൽ ഒരു സ്ഥലത്ത് പറഞ്ഞിട്ട് വേറൊരു സ്ഥലത്ത് അതിന്റെ ഓപ്പോസിറ്റ് പറയും, അല്ലെങ്കിൽ അത് നിയമം പറഞ്ഞിട്ട് നിയമം ക്യാൻസൽ ആക്കും. നിങ്ങളെ പഠിച്ചോൻ എന്താ ആദ്യം അറിഞ്ഞൂടെ? അത് സുബ്ഹാനല്ലാഹ്, എന്തൊക്കെയാ ഓരോന്നിന്റെ പിന്നിലുള്ള ഹിക്മത്ത്. ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. അപ്പം അവളുടെ അടുത്ത് പറഞ്ഞു, നീ 1 വർഷം നിന്നോ, നിന്റെ ചെലവുകളൊക്കെ തരാന്ന് പറഞ്ഞു. എന്നിട്ട് പിന്നെ അതിനെ 4 മാസം 10 ദിവസം ആക്കി. ഓക്കെ, ഈ 1 വർഷം കഴിഞ്ഞു കഴിഞ്ഞാൽ അവൾക്ക് പുറത്തു പോവാം, അവളുടെ കാര്യങ്ങളൊക്കെ ചെയ്യുകയും ചെയ്യാം. ഇനി മതാഅൻ ഇലൽ ഹൗലി ഗൈറ ഇഹ്റാജ്. പിന്നെ അള്ളാഹു സുബ്ഹാനഹു വ തആല പറയാണ് ഫഇൻ ഖറജ്ന, പക്ഷേ അവര് പുറത്തു പോവുകയാണെങ്കിൽ, ഓക്കെ, അവർ സ്ത്രീകള് പുറത്തു പോവുകയാണെങ്കിൽ, വിധവകള് അവര് പുറത്തേക്ക് പോവുകയാണെങ്കിൽ, അവരുടെ ഭർത്താക്കന്മാരുടെ വീട്ടിൽ നിന്ന്, അതായത് 1 വർഷം കംപ്ലീറ്റ് ആവുന്നതിന് മുമ്പ് പോവുകയാണെങ്കിൽ, ചിലപ്പോൾ 5 മാസമോ 6 മാസമോ കഴിഞ്ഞിട്ട് അവർ പോവുകയാണെങ്കിൽ, അവർ തീരുമാനിക്കുക, ഓ എനിക്കിവിടെ ശരിയാവുന്നില്ല, ഞാൻ വേറെ എൻ്റെ പാരൻസ് ഉള്ള, കാരണം അവളുടെ ഉമ്മയും വാപ്പയും ജീവിക്കുന്ന നാട്ടിലേക്ക് പോവുകയാണ്, അല്ലെങ്കിൽ എൻ്റെ ഏതെങ്കിലും റിലേറ്റീവ്സിന്റെ വീട്ടിലേക്ക് ഞാൻ പോവാണ്. അങ്ങനെ സംഭവിക്കുകയാണെങ്കിൽ എന്താണ്, അവൾ അവിടെ നിൽക്കണം നിർബന്ധമുണ്ടോ? കാരണം 1 വർഷം അവൾക്ക് ചെലവ് കൊടുക്കണം, വീട് കൊടുക്കണം എന്നൊക്കെ പറഞ്ഞു, അവളെ പുറത്താക്കാൻ പാടില്ല. പക്ഷെ അവള് പുറത്തു പോവുകയാണെങ്കിൽ എന്താണ് വിധി? ഫഇൻ ഖറജ്ന ഫലാ ജുനാഹ അലൈക്കും, നിങ്ങളുടെ മേല് യാതൊരു തെറ്റുമില്ല. അലൈക്കും ഇവിടെ പുല്ലിംഗ ബഹുവചനാണ് അല്ലെ? അപ്പം ഇവിടുത്തെ അലൈക്കും ആരാണ്? കും ആരാണ്? അല്ലയോ അവളുടെ വലിയകളെ. കാരണം അവളുടെ ഭർത്താവ് ഓൾറെഡി മരിച്ചു അല്ലെ? പിന്നെ അവളുടെ വലിയ സ്വാഭാവികമായിട്ടും ബാക്ക് ടു അവളുടെ വാപ്പ, സഹോദരൻ, അങ്ങനെ ആ ഒരു അവസ്ഥയിലേക്ക് വരും. അല്ലെങ്കിൽ ലൈക്ക് ആരാണോ അവളുടെ വലിയ, ആരാണോ അവളുടെ ഗാർഡിയൻ, അവരിലേക്ക് വരും. അപ്പം ഇവൾക്ക് 1 വർഷം അവിടെ നിൽക്കണം, അവളുടെ ചെലവിന് കൊടുക്കണം എന്നൊക്കെയുള്ളത് ശരി തന്നെ. പക്ഷെ അവളായിട്ട് പുറത്തേക്ക് പോവുകയാണെങ്കിൽ നിങ്ങളുടെ മേൽ യാതൊരു തെറ്റുകളുമില്ല, ഓ വലിയകളെ. ഓക്കെ, അവളുടെ വലിയകളുടെ അടുത്ത് അള്ളാഹു സുബ്ഹാനഹു വ തആല പറയാണ്. കാരണം അവരാണ് അവളുടെ മേൽ ഇനി ഉത്തരവാദിത്തമുള്ളവർ അല്ലെ? ഭർത്താവ് മരിച്ചു കഴിഞ്ഞാൽ പിന്നെ അവളുടെ ഉത്തരവാദിത്തം വീണ്ടും അവളുടെ വലിയകളിലേക്ക്, അതായത് അതിനു മുമ്പ് അവളുടെ വലിയ ആയിരുന്നു, അതിലേക്ക് മടങ്ങും. അപ്പം ഇവിടെ അവരുടെ അടുത്ത് പറയാണ്, അവൾ അങ്ങനെ പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് തെറ്റൊന്നുമില്ല, പക്ഷെ അവിടെയും ചില കണ്ടീഷൻ ഉണ്ട്. ഫീമ ഫഅൽന, അവർ ചെയ്യുന്നതിൽ, ഫി അൻഫുസിഹിന്ന, അവരുടെ കാര്യത്തിൽ, അല്ലെങ്കിൽ അവരുടെ ദേഹത്തിന്റെ കാര്യത്തിൽ, സ്വന്തം നഫ്സിന്റെ കാര്യത്തിൽ, മിൻ മഅറൂഫ്, മര്യാദയോടുകൂടി. ഓക്കെ, അപ്പം അവര് വീട്ടിൽ നിന്ന് പോവുകയാണ്, അത് അതിന്റെ എല്ലാവിധ മര്യാദയോടുകൂടി മഅറൂഫ് ആയിട്ടാണ് അവര് പോണത് എന്നുണ്ടെങ്കിൽ, ഓക്കെ, ഇനി അവര് വേറെ വിവാഹം ചെയ്യാൻ വേണ്ടിയിട്ട് പോവുകയാണെങ്കിലും, ഇനി വേറെ എന്ത് അവസ്ഥയിൽ അവർ പുറത്തേക്ക് പോവുകയാണെങ്കിലും, അത് മഅറൂഫ് ആണെങ്കിൽ നിങ്ങളുടെ മേലെ തെറ്റൊന്നുമില്ല. പക്ഷെ മഅറൂഫ് അല്ലെങ്കിൽ അതിന്റെ അർത്ഥം എന്താണ്? നിങ്ങൾ ഉത്തരവാദികളാണ്. സുബ്ഹാനല്ലാഹ് അല്ലെ? ഭർത്താവ് മരിച്ചൊരു സ്ത്രീക്ക് പോലും അള്ളാഹു സുബ്ഹാനഹു വ തആല വീണ്ടും അവൾക്ക് അവിടെ ഒരു ഗാർഡിയൻഷിപ്പ് അള്ളാഹു എസ്റ്റാബ്ലിഷ് ചെയ്യുന്നുണ്ട്. എന്നിട്ട് പറയാ, ഗാർഡിയൻഷിപ്പ് ഉണ്ടെങ്കിൽ പോലും, അതായത് അവളെ ഗാർഡിയൻഷിപ്പ് എസ്റ്റാബ്ലിഷ് ചെയ്യാന്നൊക്കെ പറയുമ്പോൾ, അതായത് ഭർത്താവ് മരിച്ച സ്ത്രീ ആണെങ്കിൽ പോലും അവൾക്ക് അവളുടെ വലിയകൾ, വാപ്പയോ സഹോദരനോ കാരണവന്മാരോ ആരാ ഉള്ളതെന്ന് വെച്ചാൽ അവർക്ക് അവളുടെ മേലെ വീണ്ടും ഉത്തരവാദിത്വം വരികയാണ്. ഓക്കെ, എന്നിട്ട് അവരുടെ ഉത്തരവാദിത്തത്തിലായിരിക്കുമ്പോഴും അവർക്ക് സ്വാതന്ത്ര്യമുണ്ട്. ആ സ്വാതന്ത്ര്യം എങ്ങനെയാണ്? ആ സ്വാതന്ത്ര്യത്തിന് അള്ളാഹു സുബ്ഹാനഹു വ തആല ഒരു വര വരയ്ക്കുന്നുണ്ട്. അത് മഅറൂഫുള്ള സ്വാതന്ത്ര്യം, മഅറൂഫ് ആയിട്ടുള്ള സ്വാതന്ത്ര്യം, അവർക്ക് തോന്നിയ പോലെ ജീവിക്കാനുള്ളതല്ല അല്ലെ? അപ്പൊ മഅറൂഫ് എന്ന് പറഞ്ഞ വാക്ക് നമ്മൾ കുറേ പ്രാവശ്യമായി കാണുന്നു. എന്താ മഅറൂഫ്? സാമൂഹികമായിട്ട് കൾച്ചറലി സ്വീകാര്യമായത് പ്ലസ് ശരീഅയുടെ വരയുടെ ഉള്ളിലുള്ളതായിരിക്കണം. എപ്പോഴും കൾച്ചറലി സ്വീകാര്യമായെന്ന് പറയുമ്പോൾ സമൂഹം ചെയ്യുന്നത് എന്തും ചെയ്യാന്നല്ല, അത് ശരിയാ നിയമത്തിന് എതിരെ പോകാനും പാടില്ല. അപ്പൊ കൾച്ചറലി ആൻഡ് ശരിയ വൈസ് ആക്സെപ്റ്റഡ് ആയിട്ടുള്ള രീതിയിൽ അവൾ പുറത്തു പോവുകയാണെങ്കിൽ, അല്ലെങ്കിൽ അവൾ എന്തെങ്കിലും ചെയ്യുകയാണെങ്കിൽ, ഓക്കെ, അപ്പൊ അവൾക്ക് ഒരു 6 മാസം കഴിഞ്ഞപ്പോൾ അവൾക്ക് തോന്നുകയാണ് എനിക്ക് വേറെ കല്യാണം കഴിക്കണം, എനിക്ക് ഇങ്ങനെ ഒറ്റയ്ക്ക് ജീവിച്ചുകൂടാ. അത് അവള് മാനമര്യാദക്ക് പോയി അത് ആ വിവാഹത്തിന് വേണ്ടിയിട്ട് അവള് ഒരാളെ കണ്ടുപിടിച്ച് വലിയന്റെ അടുത്ത് വന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയ ചെയ്തു കൊടുക്കണം. ഒറ്റയ്ക്ക് പോയി കല്യാണം കഴിക്കാൻ പറ്റില്ല കേട്ടോ, നമ്മൾ മുമ്പ് പറഞ്ഞിട്ടുള്ളതാണ്. വലിയ വേണം എന്തായാലും. അപ്പം അവളിത് വെറുതെ തോന്നിയ പോലെ പോയി ഡേറ്റ് ചെയ്ത് കുറച്ച് ആണുങ്ങളെ കൂടെ പുറത്തു പോയി കറങ്ങി, ഇന്നൊരാളെ കൂടെ നാളെ വേറൊരാളെ കൂടെ, ആ പരിപാടിയാണെങ്കിൽ വീണ്ടും ഉത്തരവാദിത്തം നിങ്ങളുടെ മേൽ വരൂലേ? അപ്പൊ ഫലാ ജുനാഹ അലൈക്കും എന്ന് പറയുന്നത് ഓൾ എന്ത് ചെയ്താലും അത് കുഴപ്പമില്ല എന്നല്ല. ഈ അതിന്റെ കൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു കണ്ടീഷൻ ചേർത്ത് പറയുന്നുണ്ട്. എന്താണ്? ഫി ഫലാ ജുനാഹ അലൈക്കും ഫീമാ ഫഅൽന ഫി അൻഫുസിഹിന്ന മിൻ മഅറൂഫ്, അവൾ മര്യാദാപൂർവ്വം ചെയ്യുന്ന ഒരു കാര്യത്തിനും നിങ്ങളുടെ മേൽ ചോദ്യമില്ല. ഇനി വല്ലാഹു അസീസുൻ ഹക്കീം, അള്ളാഹു അസീസാണ് അല്ലെ? പ്രതാപശാലിയാണ്. അവന് എന്ത് നിയമവും അല്ലെ കൊണ്ടുവരാനുള്ള, അല്ലെങ്കിൽ അവന്റെ കൽപ്പനകൾ സ്ഥാപിക്കാനുള്ള പവർ അവനുണ്ട്. അവന് അൽ ഹക്കീമാണ്, അവന് ഹിക്മത്ത് ഉണ്ട്. അള്ളാഹുവിന്റെ എല്ലാ കൽപ്പനകളുടെ പിന്നിലും ഒരു ഹിക്മത്ത് ഉണ്ട്. എല്ലാ നിയമങ്ങളുടെ പിന്നിലും ഒരു
ഹിക്മത്തുണ്ട്. സുബ്ഹാനല്ലാഹ്. ഈ ഒരു ആയത്തില് ഈവൻ അതൊരു അബ്രിഗേഷൻ നസ്ഖ് ചെയ്യപ്പെട്ട ആയത്താണെങ്കിൽ പോലും ഒരുപാട് ലെസൺസ് നമുക്ക് ഉൾക്കൊള്ളാനുള്ള ഒരു ആയത്താണത്. ഏറ്റവും ആദ്യം ഒരു സ്ത്രീ, അവളുടെ പുരുഷൻ, അവളുടെ ഭർത്താവ് മരിച്ചു കഴിഞ്ഞാലും അയാളുടെ ഭാര്യ എന്ന സ്റ്റാറ്റസ് നിലനിർത്തുന്നുണ്ട്. ഓക്കെ. അല്ലാതെ ഭർത്താവ് മരിക്കുമ്പോഴേക്ക് ഭർത്താവിന്റെ മയ്യത്ത് അവിടെ കിടക്കുമ്പം ഓൾക്ക് പിന്നെ ഓൻ ഹറാമായി, അല്ലെ, ആ ഭാര്യക്ക് ഭർത്താവ് ഹറാമായി, തൊടാൻ പാടില്ല, ഭർത്താവിന്റെ മയ്യത്തിന്റെ അടുത്തേക്ക് വരാൻ പാടില്ല, അവര് നോൺ മെഹറമായി എന്ന് പറയല് അനുവദനീയമല്ല. അവൾ അപ്പോഴും അവന്റെ ഭാര്യ തന്നെയാണ്. കാരണം അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത് വയസറൂന അസ്വാജൻ എന്നാണ്, അല്ലെ. അവരവരുടെ ഭാര്യമാരെ, അവരുടെ ഇണകളെ വിട്ടേച്ച് പോവാണെന്നാ പറയുന്നത്. അപ്പൊ ഭർത്താവ് മരിച്ചു കഴിഞ്ഞാലും അത് ഭാര്യമാര് തന്നെയാണ്. അതുകൊണ്ടാണ് അവളെ പെട്ടെന്ന് തന്നെ വേറെ വിവാഹം ചെയ്യാൻ പറ്റൂല എന്ന് പറയുന്നത്. സുബ്ഹാനല്ലാഹ്, അല്ലെ. ഭർത്താവിന്റെ മരണത്തിന് ശേഷം പെട്ടെന്ന് തന്നെ വേറെ വിവാഹം ചെയ്യാൻ പറ്റില്ല. ഇദ്ദ കാലഘട്ടത്തിന് ശേഷം മാത്രമേ ഉള്ളൂ. കാരണം ഒരു സ്ത്രീക്ക് ഒരേ സമയത്ത് ഒന്നിൽ കൂടുതൽ ഭർത്താക്കന്മാരുണ്ടാവാൻ പാടില്ല. അപ്പം ഈ ഒരു സമയത്ത് അവളുടെ സ്റ്റേറ്റസ് അവന്റെ ഭാര്യയാണെന്ന് മാത്രമല്ല, അവളുടെ മനസ്സിലും ആരാണ് ഭർത്താവ്? അവനാണ്. കാരണം സ്ത്രീക്ക് മനസ്സിൽ പോലും 2 ഭർത്താക്കന്മാരെ ഒരേ സമയത്ത് കൊണ്ട് നടക്കാനും പറ്റൂല, അതേസമയം കൊണ്ട് നടക്കാൻ അനുമതിയും ഇല്ല. സുബ്ഹാനല്ലാഹ്. അപ്പൊ ഭർത്താവ് മരിച്ചു കഴിഞ്ഞാലും അവന്റെ ഭാര്യയായിട്ട് തന്നെയാണ് കണക്കാക്കപ്പെടുന്നത് ഇദ്ദാകാലം കഴിയുന്നത് വരെ. അപ്പം ഇദ്ദാകാലം എന്ന് പറയുന്നത് നമ്മൾ പറഞ്ഞു ഇവിടെ നസ്ഖ് ചെയ്യപ്പെട്ട ആയത്താണ്, അതുകൊണ്ട് 4 മാസം 10 ദിവസം വരെ. പക്ഷെ അതിനുശേഷം അവളുടെ സ്റ്റേറ്റസ് എന്ന് പറയുന്നത് ഒരു സിംഗിൾ വുമൺ, അതായത് ഒരു വിവാഹം കഴിച്ചിട്ടില്ലാത്ത അല്ലെങ്കിൽ ഭർത്താവിന്റെ മാരീഡ് അല്ലാത്ത ഒരു സ്ത്രീയുടെ സ്റ്റേറ്റസ് എന്താണോ അതേ സ്റ്റേറ്റസ് തന്നെയാണ്. അവൾക്ക് വേറെ ആളെ വിവാഹം കഴിക്കാം, അവൾക്ക് വേറെ സ്ഥലത്ത് താമസിക്കാം, അവൾക്ക് അതിനുള്ള സ്വാതന്ത്ര്യം ഉണ്ട്. ഓക്കെ. ഈ കാരണം കൊണ്ട് തന്നെയാണ് ഭർത്താവ് മരിച്ചാൽ ഭർത്താവിന്റെ മയ്യത്ത് കുളിപ്പിക്കൽ പോലും ഭാര്യയ്ക്ക് അനുവദനീയമാണ് എന്ന് പറയുന്നത്. കാരണം അവൾ അപ്പോഴും അവന്റെ ഭാര്യ തന്നെയാണ്. മയ്യത്തിന്റെ ശരീരം തൊടാം, കുളിപ്പിക്കാം, ഒക്കെ ചെയ്യാൻ പറ്റും, ഒക്കെ ഇസ്ലാമിൽ അനുവദനീയവുമാണ്. പക്ഷെ ഇദ്ദ കാലം വരെയുള്ളൂ ഈ ഒരു സ്റ്റാറ്റസ്. ഇദ്ദ കഴിഞ്ഞു കഴിഞ്ഞാൽ അവള് ഫ്രീ ആണ്. പക്ഷെ അധികം ആളുകളും ഈ ഒരു സംഭവം, അല്ലെങ്കിൽ ഭർത്താവ് മരിച്ചു കഴിഞ്ഞാൽ കലാകാലം ആ ഒരു സ്റ്റേറ്റസ് ഒന്നും പുറത്തേക്ക് വരാറില്ല. 20 കൊല്ലം കഴിഞ്ഞാലും മുപ്പര ഭാര്യ തന്നെയാണ്. ഓക്കെ, അവർക്ക് അങ്ങനെ ഒരു ചോയ്സ് ഉണ്ട്, വേറെ വിവാഹം ചെയ്യാതിരിക്കാനും ഒറ്റയ്ക്ക് ജീവിക്കാനും ഒക്കെയുള്ള ചോയ്സ് ഉണ്ടെങ്കിൽ പോലും, പക്ഷെ അവരുടെ ഭാര്യയാണ് എന്നുള്ള ആ ഒരു സ്റ്റേറ്റസ് അല്ലാഹു സുബ്ഹാനഹു വ തആല 4 മാസം 10 ദിവസം വരെയാണ് അനുവദിച്ചു കൊടുത്തിട്ടുള്ളത്. അതിനുശേഷം പാടില്ല എന്നുള്ളതല്ല കേട്ടോ. അതിനുശേഷം അവൾക്ക് ഫ്രീ ആയിട്ട് തീരുമാനം എടുക്കാനും വേറെ വിവാഹം ചെയ്യാനും ഒക്കെയുള്ള അവകാശം ഉണ്ട്. ഇനി രണ്ടാമത്തെ ഒരു ലെസൺ എന്ന് പറയുന്നത്, നമ്മൾ പറഞ്ഞു ഇത് മൻസൂഖ് ആയിട്ടുള്ള ഒരു ആയത്താണ്, അതായത് നസ്ഖ് ചെയ്യപ്പെട്ട ആയത്ത്, അല്ലെ. ഏതൊക്കെ 2 ആയത്തുകൾ വെച്ചിട്ടാണ് ഇതിനെ നസ്ഖ് ചെയ്തത്? സൂറത്തുൽ ബഖറയിൽ 234, അതായത് നമ്മൾ കുറച്ച് മുമ്പേ പഠിച്ച ആയത്ത്, ഇദ്ദ 4 മാസം 10 ദിവസം ആക്കിയിട്ടുള്ള ആയത്തും, സൂറത്തുൽ നിസായിലെ ഭർത്താവ് മരിച്ച ഭാര്യയുടെ അവകാശത്തെ കുറിച്ച് പറയുന്ന ആയത്തും. ഓക്കെ. അപ്പം ഈ 2 ആയത്തുകൾ വെച്ചിട്ട് ഇത് നസ്ഖ് ചെയ്യപ്പെട്ട ആയത്തുകളാണ്. എന്നാൽ ചില പണ്ഡിതന്മാര് ഈ ഒരു വർഷത്തെ ഇദ്ദ ഇപ്പോഴും വാലിഡ് ആണ്, ആപ്ലിക്കബിൾ ആണ് എന്ന് പറയുന്ന ഒരു വിഭാഗം പണ്ഡിതന്മാര് ഉണ്ട്. അവർ പറയുന്നതിനുള്ള കാരണം എന്താന്ന് വെച്ചാൽ, ഇത് നമ്മൾ 4 മാസം 10 ദിവസം ഇദ്ദയുടെ ആയത്ത് നേരത്തെ കണ്ടല്ലോ, അതിനുശേഷം ഈ ആയത്ത് വന്നത് കൊണ്ട് ഈ ആയത്ത് ഇപ്പോഴും വാലിഡ് ആണ് എന്ന് പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അവർ പറയുന്നു ചില കേസുകളിൽ ഭർത്താവിന് ഭാര്യമാർക്ക് വേണ്ടിയിട്ട് വസിയത്ത് ചെയ്യാം, 1 വർഷം വരെ അവിടെ ജീവിക്കാം, 1 വർഷം വരെ അവരുടെ എക്സ്പെൻസസ് ഒക്കെ മീറ്റ് ചെയ്യണം എന്നുള്ള രീതിയിൽ ഈ ഒരു വിഭാഗം പണ്ഡിതന്മാര് പറയുന്നുണ്ട്. അതിനുശേഷം ഈ പ്രോപ്പർട്ടി സ്വത്ത് മറ്റുള്ള അവകാശികൾക്ക് ശരിയായ നിയമപ്രകാരം വീതിച്ചു കൊടുക്കാം. അപ്പം ചില പണ്ഡിതന്മാര് ഈ ഒരു വസിയത്തിന്റെ അല്ലെങ്കിൽ 1 വർഷത്തെ ഇദ്ദയുടെ ആ ഒരു ആയത്തിനെ വാലിഡ് ആയിട്ട് കണക്കാക്കുന്നുണ്ട്. പക്ഷേ അതൊരു മൈനോറിറ്റി, ചെറിയ ഒരു വിഭാഗം പണ്ഡിതന്മാരുടെ ഒപ്പീനിയൻ മാത്രമാണ്. കൂടുതൽ പ്രബലമായതും സ്ട്രോങ് ആയിട്ടുള്ള ഒപ്പീനിയൻ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഈ ആയത്ത് ഈ ആയത്തിലുള്ള നിയമം നസ്ഖ് ചെയ്യപ്പെട്ടതാണ്, ഇന്ന ആയത്തുകൾ കൊണ്ടാണ് നസ്ഖ് ചെയ്യപ്പെട്ടത്. അതാണ് ഖുർആനിൽ നിന്നും സഹാബാക്കളുടെ വിശദീകരണത്തിൽ നിന്നും സലഫുകളുടെ വിശദീകരണത്തിൽ നിന്നും മനസ്സിലാവുന്നത്. ഓക്കെ. ഇനി മൂന്നാമത്തെ ഒരു പോയിന്റ് എന്ന് പറയുന്നത് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ കാരുണ്യം. സുബ്ഹാനല്ലാഹ്, അവന്റെ സൃഷ്ടികളുടെ മേലുള്ള അവന്റെ കാരുണ്യം എന്ന് പറയുന്നത് മനുഷ്യന്മാർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും കാണിക്കാൻ പറ്റുന്ന കാരുണ്യത്തിനേക്കാൾ എത്രയോ മേലെയാണ്. കാരണം ഇവിടെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ് പുരുഷന്മാരുടെ അടുത്ത്, നിങ്ങൾ മരിക്കുന്നതിന് മുമ്പ് നിങ്ങളുടെ ഭാര്യക്ക്
ഓക്കെ, നിങ്ങൾ മരിച്ചു കഴിഞ്ഞാൽ അവൾക്ക് ഇമ്മീഡിയറ്റ്ലി ഒരു വീടുണ്ടെന്ന് നിങ്ങൾ ഉറപ്പാക്കണം. അവളെ പെട്ടെന്ന് ഇരുട്ടിലേക്ക് തള്ളിവിടുന്ന ഒരു സാഹചര്യം, കാരണം മരണം എപ്പോ വേണമെങ്കിലും സംഭവിക്കാം അല്ലെ. ഭർത്താക്കന്മാർ, പുരുഷന്മാർ, ആരാണെങ്കിലും ആർക്ക് വേണമെങ്കിലും എപ്പോ വേണമെങ്കിലും മരിക്കാം. അപ്പം ഭാര്യ മരിച്ചെന്ന് വെച്ചിട്ട് ഭാര്യ ഭർത്താവിന് ഒരു വീടാക്കി കൊടുക്കേണ്ട കാര്യമില്ല അല്ലെ, അത് ഭാര്യയുടെ ഉത്തരവാദിത്തത്തിൽ പെട്ടല്ല. പക്ഷെ ഭർത്താവ് മരിക്കുമ്പോൾ അവള് പെട്ടെന്ന് ഒരു ദിവസം ഇരുട്ടിലേക്ക് തള്ളിവിടുന്ന ഒരു സാഹചര്യം ഉണ്ടാക്കരുത്. അപ്പൊ നിങ്ങൾ ഉറപ്പ് വരുത്തണം അവളുടെ എക്സ്പെൻസസ് ഒക്കെ, അവൾക്ക് താമസിക്കാൻ ഒരു സ്ഥലവും അവളുടെ എക്സ്പെൻസസ് ഒക്കെ കവേർഡ് ആണെന്നും. കാലാകാലം അല്ല കേട്ടോ. ഓക്കെ, അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞ സമയം അത്രയും. പെട്ടെന്ന് അവളെ ഞാൻ ഇനിയിപ്പോ എന്താക്കും, എനിക്ക് അവിടുന്ന് ഭക്ഷണം കിട്ടും, ഞാൻ എങ്ങോട്ട് പോവും എന്നുള്ള ഒരു ചിന്തയിലേക്ക് അവളെ ആക്കരുത്. കാരണം ഇത്രയും വർഷം അവള് നിന്നെ ഡിപ്പെൻഡ് ചെയ്തിട്ടാ ജീവിച്ചേ അല്ലെ, നീയാണ് അവൾക്ക് കൊടുത്തത്, നിനക്ക് വേണ്ടിയാ ജീവിച്ചത്. അപ്പൊ പെട്ടെന്ന് ഒരു ദിവസം നിനക്ക് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ അവൾ അല്ലാഹ് ഞാൻ എന്ത് ചെയ്യുന്നുള്ള ഒരു സാഹചര്യം അവൾക്ക് നിങ്ങൾ ഉണ്ടാക്കരുത്. അതുകൊണ്ട് നിങ്ങൾ ആദ്യം ഈ കാര്യങ്ങളൊക്കെ പ്ലാൻ ചെയ്തിരിക്കണം. സുബ്ഹാനല്ലാഹ്. ശരിക്കും നമുക്കറിയാം അള്ളാഹു സുബ്ഹാനഹു വ തആല തന്നെ അള്ളാഹുവിന്റെ സൃഷ്ടികളുടെ ഹൃദയത്തിൽ കാരുണ്യവും സ്നേഹവും ഒക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് അല്ലെ. സൂറത്ത് റൂമിൽ നമ്മൾ സ്ഥിരം പറയുന്ന ആയത്ത് വജഅല ബൈനക്കും മവദ്ദതൻ വറഹ്മ. അള്ളാഹു സുബ്ഹാനഹു വ തആല തന്നെ ഭാര്യയുടെയും ഭർത്താവിന്റെ ഇടയിൽ കാരുണ്യവും മവദ്ദയൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. സുബ്ഹാനല്ലാഹ്. അതുകൊണ്ടാണ് അല്ലെ ഭർത്താക്കന്മാര് ഭാര്യമാരെ അവരുടെ ചെലവുകൾ നടത്തുന്നതും, ഒരുപക്ഷെ ചെലവുകൾ നടത്തുന്നത് ഉത്തരവാദിത്തമെങ്കിലും പറയാം, പക്ഷെ അതിനപ്പുറത്തേക്ക് പലതും ഭർത്താക്കന്മാർ ചെയ്യുന്നുണ്ട് അല്ലെ. അവര് വളരെ കഷ്ടപ്പെട്ട് സമ്പാദിച്ചുണ്ടാക്കിയ പൈസ ഒരു പക്ഷെ ചിലപ്പം ഒരു ഭാര്യയ്ക്ക് എവിടെയെങ്കിലും ഒരു ടൂർ പോകണം എന്ന് പറഞ്ഞാൽ ഒരു പ്രശ്നവും ഇല്ലാണ്ട് അല്ലെ, ഭർത്താവല്ലേ ഭാര്യയ്ക്ക് വേണ്ടി അത് സ്പെൻഡ് ചെയ്യുള്ളൂ, വേറെ ആരെങ്കിലും സ്പെൻഡ് ചെയ്യോ? എന്നാൽ അവനെ സംബന്ധിച്ചിടത്തോളം അത് ഹാർഡ് ഏൺഡ് മണിയാണ് അല്ലെ. ഒരുപാട് അധ്വാനവും ഉറക്കമൊഴിച്ചലും ഒക്കെ ഉണ്ടാക്കിയ പൈസ ആയിട്ടും അവനത് ഭാര്യയ്ക്ക് വേണ്ടി ചെലവഴിക്കുന്നുണ്ടെങ്കിൽ വേറെ എന്തൊക്കെ ചെയ്യാം? ഒരു പുരുഷൻ എന്ന് പറഞ്ഞ സ്ഥിതിക്ക് അവൻ ആ പൈസ കൊണ്ട് എന്തൊക്കെ ചെയ്യാം അല്ലെ. അവന് സ്കൂട്ടർ വാങ്ങാം, ഫോൺ വാങ്ങാം, അവനെ കൊണ്ട് വേണ്ട എന്ത് സാധനം വേണമെങ്കിലും അവന് വാങ്ങാം. പക്ഷെ അത് അവര് ഭാര്യയ്ക്ക് വേണ്ടി ചെലവഴിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ അത് അള്ളാഹു സുബ്ഹാനഹു വ തആല ഇട്ടുകൊടുത്ത മവദ്ദയും റഹ്മയും കൊണ്ട് തന്നെയാണ്. അത് അവരുടെ മേലുള്ള ബാധ്യതയല്ലല്ലോ അല്ലെ. ഇതുപോലെയുള്ള ലക്ഷറീസ് എക്സ്പെൻസ് ഒന്നും അവരുടെ മേലുള്ള ഉത്തരവാദിത്തമല്ല. അവരുടെ ഉത്തരവാദിത്തം ഭക്ഷണം കൊടുക്കുക, പാർപ്പിടം കൊടുക്കുക, വസ്ത്രം കൊടുക്കുക എന്നുള്ളതേ ഉള്ളൂ അല്ലെ. സുബ്ഹാനല്ലാഹ്. പക്ഷെ അവർ അത്രയും ചെയ്യുന്നുണ്ടെങ്കിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല അവരുടെ ഹൃദയത്തിലിട്ട കാരുണ്യം കൊണ്ടാണ്. അങ്ങനെ കാരുണ്യം ഇട്ടിട്ടും അള്ളാഹ്ക്ക് അറിയാം ഇത് ഞാൻ ഉദ്ദേശിച്ച ലെവലിലേക്കുള്ള കാരുണ്യത്തിൽ എത്തൂല. അതുകൊണ്ട് അള്ളാഹ് പറയാണ്, നിങ്ങൾ മരിച്ചു പോകുമ്പോൾ നിങ്ങൾ നിങ്ങളുടെ ഭാര്യമാരുടെ കാര്യം നിങ്ങൾ ഉറപ്പാക്കണം. അവർക്കുള്ള താമസവും അവർക്ക് അത്യാവശ്യത്തിനുള്ള ചെലവും നിങ്ങൾ ഉറപ്പ് വരുത്തണം. സുബ്ഹാനല്ലാഹ്. അള്ളാഹു നമ്മളുടെ അവകാശങ്ങളെ സ്ഥാപിക്കുകയാണ് അല്ലെ. അള്ളാഹു നമ്മൾ സ്പെഷ്യലായിട്ട് ടേക്ക് കെയർ ചെയ്യാണ്. കാരണം അള്ളാഹ്ക്ക് അറിയാം ഈ പറഞ്ഞ പോലെ മവദ്ദ റഹ്മയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിലും പുരുഷന്മാർ ഇത്രയൊന്നും ചിലപ്പം ചിന്തിച്ചോളണം എന്നില്ല അല്ലെ. ഇത്രയൊന്നും അവർ ചെയ്തോളണം എന്നില്ല. അപ്പൊ അള്ളാഹ് എക്സ്ട്രാ ആയിട്ട് അത് അങ്ങോട്ട് പറയാണ്. പക്ഷെ നമ്മളെ ദീനില് നമ്മളെപ്പോഴും സ്ത്രീകൾക്ക് വെറും കടമകൾ മാത്രമേ ഉള്ളൂ, അവകാശങ്ങളില്ല എന്നും പറഞ്ഞ് കരയുന്ന ആൾക്കാരാണ് അല്ലെ. സുബ്ഹാനല്ലാഹ്. കഴിഞ്ഞ ഒരുപാട് ആയത്തുകൾ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മൾ എത്രത്തോളാണ് പ്രൊട്ടക്ട് ചെയ്യുന്നത്, എത്രത്തോളാണ് പുരുഷന്മാരെ ഓരോ കാര്യങ്ങൾ പറഞ്ഞ് പഠിപ്പിക്കുന്നത് എന്ന് നമ്മൾ കണ്ടു അല്ലെ. സുബ്ഹാനല്ലാഹ്. അവള് വിവാഹം ചെയ്യാത്ത അവസ്ഥയിൽ സ്ത്രീനെ ആരാ നോക്കേണ്ടത്? അവളുടെ വലിയകൾ അല്ലെ. ഒരു സ്ത്രീക്ക് അവളുടെ ഉത്തരവാദിത്തം ഒറ്റയ്ക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ഏൽപ്പിക്കുന്നില്ല. സുബ്ഹാനല്ലാഹ്. കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ ഭർത്താക്കന്മാരെ ഏൽപ്പിക്കണം അവരുടെ ബാധ്യതയായിട്ട്. കാരണം എന്തെങ്കിലും അവർക്ക് പറ്റിക്കഴിഞ്ഞാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ചോദിക്കുക അവരുടെ അടുത്ത, കാരണം നിങ്ങളുടെ ഉത്തരവാദിത്തമായിരുന്നു അതല്ലേ. സുബ്ഹാനല്ലാഹ്. അപ്പൊ മരണശേഷവും അതായത് വിവാഹം കഴിഞ്ഞു കഴിയുമ്പം അവളുടെ ഭർത്താവ് അവളുടെ വലിയായി. അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ ഒരു ഭർത്താവ് മരിച്ചതിന് ശേഷം തിരിച്ച് വീണ്ടും ആ ഒരു ഗാർഡിയൻഷിപ്പ് അള്ളാഹു ഉറപ്പിക്കുന്നുണ്ട് അല്ലേ. അവളുടെ വലിയ ആരാണോ അവരിലേക്ക് അള്ളാഹു തിരിച്ചു കൊടുക്കുന്നുണ്ട്. സുബ്ഹാനല്ലാഹ്. അപ്പൊ ഒരിക്കലും അവളുടെ ഉത്തരവാദിത്തം അവളുടെ മേല് ഏൽപ്പിക്കുന്നില്ല. പ്രത്യേകിച്ച് ഒരു സ്ത്രീ അവളുടെ കയ്യിൽ ജീവിക്കാനുള്ള വകുപ്പില്ല, സാമ്പത്തികമായിട്ട് അതില്ല, അവളുടെ കാര്യങ്ങൾ അവൾക്ക് രണ്ടറ്റം കൂട്ടിമുട്ടിക്കാൻ പറ്റുന്നില്ല. ഓക്കെ, നമ്മളുടെയൊക്കെ കുടുംബത്തിലുള്ള ഏതൊരു സ്ത്രീ ആണെങ്കിലും ഭയങ്കര പ്രയാസമാണ് ജീവിക്കാൻ. അവളുടെ രണ്ടറ്റം കൂട്ടിമുട്ടുന്നില്ല, മക്കൾക്ക് ചെലവ് ഒക്കുന്നില്ല, അല്ലെങ്കിൽ മരുന്നിനുള്ള പൈസ ഇല്ല, അല്ലെങ്കിൽ ഒരു ഭയത്തോടു കൂടിയാണ് അവൾ ജീവിക്കുന്നത്, അവൾക്ക് ഏതെങ്കിലും രീതിയിലുള്ള അപകടങ്ങളുണ്ട്. ഇങ്ങനെയൊക്കെ ഒരു സ്ത്രീ ജീവിക്കുന്നുണ്ടെങ്കിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല ഉറപ്പായിട്ടും അവളുടെ വലിയകളെ ചോദ്യം ചെയ്യും. അവളുടെ പിതാവോ സഹോദരനോ ആരാണോ അവളുടെ വലിയെന്ന് വെച്ചാൽ അവരെ ചോദ്യം ചെയ്തിരിക്കും. അത് പ്രത്യേകിച്ച് ഭർത്താവ് മരിച്ചവരാണെങ്കിൽ ഈ പറഞ്ഞ വലിയകൾ, ഭർത്താവ് ഉള്ളവരാണെങ്കിൽ ഭർത്താവിനെ ചോദ്യം ചെയ്യും. സുബ്ഹാനല്ലാഹ്. അപ്പോൾ സ്ത്രീനെ എപ്പോഴും അള്ളാഹു സുബ്ഹാനഹു വ തആല ഒരു പ്രൊട്ടക്റ്റീവ് ഷെൽട്ടറിന്റെ കീഴിലാണ് വെച്ചിരിക്കുന്നത്. സുബ്ഹാനല്ലാഹ്. അപ്പം അങ്ങനെ ഒരു ബാധ്യത സമൂഹത്തിന് അള്ളാഹു സുബ്ഹാനഹു വ തആല കൊടുത്തിട്ടുണ്ട്. പുരുഷന്മാരെ നിങ്ങൾ നിങ്ങളുടെ കെയറിലുള്ള സ്ത്രീകളുടെ കാര്യം നിങ്ങൾ ശ്രദ്ധിക്കണം. നിങ്ങൾക്ക് അങ്ങനെ സെൽഫിഷ് ആവാനൊന്നും പറ്റൂല.
ഈവൻ ഒരു സഹോദരി, ഇപ്പൊ ഒരു ആങ്ങള ഉണ്ട്, ആങ്ങളുടെ കാര്യം അത്യാവശ്യം സേഫും റിച്ചും ഒക്കെയാണ്, സേഫും റിച്ചും അല്ലെങ്കിൽ പോലും ഒരു സഹോദരി ഒരുപാട് പ്രയാസപ്പെട്ട് അവളുടെ കാര്യങ്ങൾ മീറ്റ് ചെയ്യാൻ പറ്റാത്ത ഒരു സാഹചര്യത്തിൽ ഉണ്ടെങ്കിൽ, അവളുടെ വലിയ അവനാണെങ്കിൽ അത് അവന്റെ ഉത്തരവാദിത്തത്തിൽ പെട്ടതാണ് അവളെ സംരക്ഷിക്കുക എന്നുള്ളത്. ഏറ്റവും ചുരുങ്ങിയത് അവളെ വേറൊരുത്തന്റെ കൈ പിടിച്ച് ഏൽപ്പിക്കാന്നെങ്കിലും ഉള്ളത് അള്ളാഹു സുബ്ഹാനഹു വതആല ചോദ്യം ചെയ്യും. അപ്പം എത്രയാണ് അള്ളാഹു സുബ്ഹാനഹു വതആലയുടെ കാരുണ്യം അല്ലെ. എല്ലാ കാര്യങ്ങളും മവദ്ദും റഹ്മ ഇട്ട് കൊടുത്തിട്ട് അതിന്റെ പുറമെ അള്ളാഹ് പറയാണ് നിങ്ങൾ ഇതും കൂടെ ചെയ്യണം. സുബ്ഹാനല്ലാഹ്. ഇനി അടുത്തൊരു പോയിന്റ് എന്ന് പറയുന്നത്, ഇവിടെ വസിയയുടെ കാര്യം പറഞ്ഞപ്പോഴും അല്ലെ, ഭർത്താവ് ഭാര്യയ്ക്ക് വേണ്ടി വസിയ ചെയ്യണം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ടും അതിന് തുടർന്ന് അള്ളാഹ് പറയുന്നുണ്ട് ഫൈൻ ഖറജന. പക്ഷെ അവർ പുറത്തു പോവുകയാണെങ്കിൽ, അവർ പോവാൻ തീരുമാനിക്കുകയാണെങ്കിൽ, അവർ വേറെ കല്യാണം കഴിക്കാൻ തീരുമാനിക്കുകയാണെങ്കിൽ, ഇനി വേറെ എന്തെങ്കിലും ചെയ്യാൻ തീരുമാനിക്കുകയാണെങ്കിലും അല്ലയോ വലിയകളെ, നിങ്ങളുടെ മേല് ബാധ്യതയൊന്നുമില്ല, അല്ലെങ്കിൽ നിങ്ങളുടെ മേല് കുറ്റമില്ല. ഓക്കെ, ഇതിന്റെ അർത്ഥം എന്താണ്? ഭർത്താവിന് ഭാര്യയ്ക്ക് വേണ്ടി വസിയത്ത് ചെയ്യാം, ചെലവുകളൊക്കെ സെറ്റാക്കി വെക്കാം, ഇന്ന കാര്യങ്ങൾ ചെയ്യണം എന്നൊക്കെ പറയാം. പക്ഷെ ഭാര്യയ്ക്ക് അതനുസരിച്ച് ജീവിച്ചോളണം എന്ന് അദ്ദേഹം മരിച്ചതിന് ശേഷം നിർബന്ധമില്ല. സുബ്ഹാനല്ലാഹ്. ഹസ്ബൻഡ് തീരുമാനിക്കുകയാണ്, ഓക്കെ ഞാൻ മരിച്ചു കഴിഞ്ഞാൽ ഇന്ന കാര്യങ്ങൾ ചെയ്യണം, അല്ലെങ്കിൽ ഇന്ന കാര്യങ്ങൾ നീ ചെയ്യരുത്, ഇതെന്റെ വസിയത്താണെന്ന് ഭാര്യയോട് പറയാണ്. പക്ഷെ ഭാര്യയുടെ മേലത് ഒരു നിർബന്ധ ബാധ്യതയല്ല. സുബ്ഹാനല്ലാഹ്. പലപ്പോഴും നമ്മൾ കേൾക്കാറുണ്ടല്ലോ, ഭർത്താക്കന്മാർ ഞാൻ മരിച്ച നീ വേറെ കല്യാണം കഴിക്കരുത് കേട്ടോ, ഭയങ്കര മൊഹബത്തിന്റെ ആഴത്തിലൊക്കെ പറഞ്ഞു വിടുന്നതാണ്, ഇതെന്റെ വസിയത്താണ് കേട്ടോ. സുബ്ഹാനല്ലാഹ്. ഭാര്യമാരെ അതിനെ ഒരുപാട് പൊക്കി പിടിച്ചു, എന്നോട് മൂപ്പർക്ക് എന്നുള്ള സ്നേഹം കൊണ്ട് മൂപ്പർ അങ്ങനെ പറഞ്ഞെന്നൊക്കെ പറയലുണ്ട്. പക്ഷേ അങ്ങനെയുള്ള വസിയത്തുകളൊന്നും ചെയ്തു കഴിഞ്ഞാലോ അത് അനുസരിച്ച് അവള് അതേപോലെ ജീവിച്ചോളണം എന്ന് ഇല്ല. കാരണം സ്വാഭാവികമായിട്ടും അല്ലെ, അയാൾ മരിച്ചു കഴിഞ്ഞ് സമയമൊക്കെ കഴിഞ്ഞു കഴിഞ്ഞാൽ അവൾക്ക് ഒറ്റപ്പെടുന്നു എന്ന് തോന്നിക്കഴിഞ്ഞാൽ, അവൾക്ക് കൂടുതൽ ബെറ്റർ ആയിട്ടുള്ള ഒരു പുരുഷനെ കണ്ടുപിടിക്കാൻ പറ്റിക്കഴിഞ്ഞാൽ അവൾക്ക് അള്ളാഹു സുബ്ഹാനഹു വതആല അനുവദിച്ചു കൊടുത്തതാണ് ആ ഒരു വിവാഹം. അപ്പം ഇയാള് വസിയത്ത് ചെയ്തു എന്ന് പറഞ്ഞതിന്റെ പേരിൽ അങ്ങനെ ചെയ്യേണ്ട യാതൊരു കാര്യമില്ല. അള്ളാഹു സുബ്ഹാനഹു വതആല തന്നെ കൊടുക്കണം. ഫൈൻ ഖറജ്ന അല്ലെ, അള്ളാഹു പറയണം, അവള് മഅറൂഫായിട്ട് പുറത്തേക്ക് പോവുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ മേല് ബാധ്യതയൊന്നുമില്ല വലിയകളെ. കാരണം വലിയന്റെ അടുത്തേക്ക് അവളുടെ ഉത്തരവാദിത്തം മടങ്ങിയല്ലോ അപ്പോഴേക്ക്. സുബ്ഹാനല്ലാഹ്. അപ്പം അവൾക്ക് വേറൊരാളെ വിവാഹം ചെയ്യണം എന്നുണ്ടെങ്കിൽ മഅറൂഫായിട്ടുള്ള രീതിയിൽ അത് അനുവദനീയമാണ്. ഭർത്താവ് അങ്ങനെ കല്യാണം കഴിക്കരുത് എന്ന് പറഞ്ഞാൽ പോലും. ഓക്കെ, അപ്പൊ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഈ മഅറൂഫ് എന്ന് പറയുമ്പം അത് എന്തായിരിക്കണം, സാമൂഹികമായിട്ട് കൾച്ചറലി സാംസ്കാരികമായിട്ട് അല്ലെങ്കിൽ സമൂഹത്തിൽ ആക്സെപ്റ്റബിൾ ആയിരിക്കണം, ദീനിലും ആക്സെപ്റ്റബിൾ ആയിരിക്കണം. ആ രീതിയിൽ അവൾ എന്ത് ചെയ്തു കഴിഞ്ഞാലും അതിനകത്ത് ഒരു പ്രശ്നമില്ല, അവൾക്ക് അതിനുള്ള ഫ്രീഡം ഉണ്ട്, അവൾക്ക് അത് തീരുമാനിക്കാനുള്ള അവകാശം ഉണ്ട്. അപ്പം ഭർത്താവ് പറയാണ്, അതായത് ഞാൻ കല്യാണത്തിന് നിനക്ക് തന്ന മോതിരാണ്, ഞാൻ മരിച്ചാലും നീ മരിക്കുന്നവരെ ഇത് നീ എടുക്കരുത്. ഭർത്താവ് മരിച്ച് മൂപ്പർക്ക് വയസ്സായി, സുബ്ഹാനല്ലാഹ്, ലേശം ഒന്ന് തടിച്ചെന്ന് വെക്കാം, വിരലിൽ മോതിരം അങ്ങോട്ട് ടൈറ്റ് ആയിട്ട് ഇറുകി പിടിച്ച് ഭയങ്കര പഴുതായിട്ട് ചോര ഒക്കെ കെട്ടി എന്താണ് പഴുക്കാനൊക്കെ തുടങ്ങി. അപ്പോഴും പറയുന്നത് മൂപ്പര വസിയത്താണ്, ഞാൻ മാറ്റൂല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിലൊന്നും നമ്മൾ ഇതിനിൽ അങ്ങനത്തെ സെൻസ് ഇല്ലാത്ത കാര്യങ്ങൾക്കൊന്നും യാതൊരു നിർബന്ധങ്ങളും ഇല്ല. സുബ്ഹാനല്ലാഹ്. പല സമൂഹങ്ങളിൽ അങ്ങനെയൊക്കെ നടക്കുന്നുണ്ട്. ഭർത്താവ് മരിക്കുന്നതിന്റെ മുമ്പ് പറഞ്ഞ വസീയത്താന്നും പറഞ്ഞിട്ട് എത്ര ഇംപ്രാക്ടിക്കൽ ആയിട്ടുള്ള കാര്യങ്ങളും ചെയ്യണം എന്നുള്ള ഒരു ബാധ്യത നമ്മൾ ദീൻ ഒരിക്കലും, ഞാൻ പറഞ്ഞില്ലേ, വലിച്ചു വെച്ച ഇലാസ്റ്റിക് പോലത്തെ ഒരു നിയമം നമ്മളെ ദീനിലില്ല. എല്ലാം കാം ആൻഡ് എല്ലാവർക്കും സ്വീകാര്യമാകുന്ന രീതിയിൽ ഏത് സാഹചര്യത്തിലും എടുക്കാൻ പറ്റുന്ന രീതിയിലുള്ള നിയമങ്ങളാണ് അല്ലാഹു സുബ്ഹാനഹു വതആല അവന്റെ സൃഷ്ടികളെ മനസ്സിലാക്കിക്കൊണ്ട് കൊടുത്ത നിയമങ്ങളാണ് എല്ലാം. എത്ര നമ്മൾ അതിനൊരു നിയമം ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാലും എവിടെയെങ്കിലും ഒരു വാക്കിലെങ്കിലും ഖുർആനിൽ അത് നമ്മുടെ ജീവിതത്തിൽ ബാധിക്കുന്ന കാര്യമാണെങ്കിൽ പറഞ്ഞു വെച്ചിട്ടുണ്ടാവും 100%. സുബ്ഹാനല്ലാഹ്. സുബ്ഹാനല്ലാഹ്. അൽ അലീമാണ് നമ്മുടെ റബ്ബ്, അൽ ഹക്കീമാണ് നമ്മുടെ റബ്ബ്. സുബ്ഹാനല്ലാഹ്. അപ്പം ഹലാലായ ഒരു കാര്യമാണെന്നുണ്ടെങ്കിൽ, മഅറൂഫായ ഒരു കാര്യമാണെന്നുണ്ടെങ്കിൽ ഭർത്താവ് അങ്ങനെ ഒരു വസിയത്ത് പറഞ്ഞു പോയാലും ഭാര്യയ്ക്ക് ചെയ്യാം. പക്ഷെ ഒരു ഉദാഹരണം പറയാം. ഭർത്താവ് പറയണ, ഞാൻ മരിച്ചു കഴിഞ്ഞാലും നീ നിന്റെ ഈ ഹിജാബ് മാറ്റരുത്. ഓക്കെ, നീ ഒരിക്കലും നിന്റെ ഹിജാബ്, അതായത് നീ തലയൊക്കെ കവർ ചെയ്ത് അബായിട്ട് നടക്കുന്ന ഒരു സ്ത്രീയാണ്, നീ ഇതൊരിക്കലും മാറ്റരുത് എന്ന് പറയണം. ഭർത്താവിന്റെ വസിയത്ത് കൂടെയാണ് അതൊക്കെ. അപ്പൊ ഭർത്താവ് മരിച്ചു, വസിയത്തൊന്നും പാലിക്കേണ്ട ആവശ്യമില്ല, ഞാൻ അങ്ങോട്ട് അത് മാറ്റരുത്, ഇതുവരെ മൂപ്പർക്കും വേണ്ടി എങ്ങനെ കെട്ടത് എന്ന് പറഞ്ഞാൽ അവൾക്ക് അത് മാറ്റാവോ? മഅറൂഫ് എന്ന് പറയുന്നത് കൾച്ചറലി ആക്സെപ്റ്റബിൾ മാത്രമല്ല, ശരീഅ ആക്സെപ്റ്റബിളും കൂടിയാണ്. അപ്പം ഭർത്താവിന്റെ വസിയത്തല്ലേ എന്നും പറഞ്ഞിട്ട് അവൾ അതിനെ ഒഴിവാക്കുമ്പം അവൾ ഈ പറഞ്ഞ പോലെ ഇസ്ലാമികമായ വസ്ത്രധാരണം ഒഴിവാക്കുകയാണെങ്കിൽ അവൾ ശരീഅക്കും എതിരെ പോവാണ് അല്ലെ. അപ്പം അത് അനുവദനീയമല്ല. അപ്പൊ വളരെ എന്ന് വെച്ചാൽ ലൈറ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ ഉണ്ടാവും, നമുക്ക് അവിടെ ഇവിടെയൊക്കെ മിസ്സാവുന്നത് നല്ലോണം ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഭയങ്കര ഈസിയാ സുബ്ഹാനല്ലാഹ് ഈ ദീൻ.
അദ്ദീനു യുസ്ര. ഇനി 5ാമത്തെ പോയിന്റ്, ഞാൻ പറഞ്ഞു പുരുഷന്മാര് അല്ലെ, സ്ത്രീകളുടെ കാര്യത്തിൽ അവർക്ക് എന്താണ് ഉത്തരവാദിത്തമുണ്ട്. അപ്പം ആ ഉത്തരവാദിത്തം ഉള്ളത് കൊണ്ടാണ് ഇവിടെ ഫലാ ജുനാഹ അലൈക്കും എന്ന് പറഞ്ഞത് അല്ലെ. അവര് മാറൂഫായിട്ട് ഒരു കാര്യം ചെയ്തു കഴിഞ്ഞാൽ നിങ്ങളുടെ മേല് പ്രശ്നമില്ല. അപ്പം ഒരു ഭാര്യ അവളുടെ ഭർത്താവിന്റെ കൂടെയാണോ ജീവിക്കുന്നത്, വാപ്പയുടെ കൂടെയാണോ, ഇനി മൂത്ത സഹോദരന്റെ കൂടെയാണോ, ആരുടെ കൂടെയാണോ ജീവിക്കുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അവര് പറയുന്ന ഇസ്ലാമികമായിട്ടുള്ള മഅറൂഫായിട്ടുള്ള കാര്യങ്ങൾ അനുസരിക്കൽ അവളുടെ ബാധ്യതയിൽപ്പെട്ടതാണ്. ഓക്കെ, ശരീഅത്തിന്റെ നിയമത്തിനകത്തുള്ള മഅറൂഫായിട്ടുള്ള കാര്യങ്ങൾ അനുസരിക്കൽ അവളുടെ നിയമത്തിൽപ്പെട്ടതാണ്. വാപ്പയാണെങ്കിലും ഭർത്താവാണെങ്കിലും സഹോദരനാണെങ്കിലും ആരാണോ അവളുടെ വലിയ, നീ പോയി നീ 5 വക്ത് നമസ്കാരം നിർബന്ധമായിട്ട് ചെയ്യണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തെങ്കിലും കാട്ടോട്ടെ എന്ന് പറയാൻ പാടില്ല. അല്ലെങ്കിൽ നിസ്കരിക്കണം, അവര് പറഞ്ഞാൽ അവിടെ അത് അനുസരിക്കുകയും വേണം. നീ ഹിജാബ് ഇങ്ങനെ ധരിക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ധരിക്കുക തന്നെ വേണം. നീ ഈ ഇടുന്ന ഡ്രസ്സ് ശരിയില്ല, ഇത് ഇത്തിരി കൂടെ ലൂസായിട്ടുള്ളത് ഇടണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അനുസരിക്കണം. കാരണം അത് മഅറൂഫുമാണ്, ശരീഅയാണ്. സുബ്ഹാനല്ലാഹ്. പക്ഷെ ഭർത്താവ് പറയാണ് നീ വീട്ടിന്റെ പുറത്തേക്ക് പോകാൻ പാടില്ല, ഇനി അഥവാ പുറത്തേക്ക് പോവാണെങ്കിൽ നിന്റെ കണ്ണും കൂടെ മൂടിയിട്ടേ പുറത്തേക്ക് പോകാൻ പാടുള്ളൂ. സുബ്ഹാനല്ലാഹ്. അതിനൊക്കെ അനുസരിക്കണം എന്ന് പറയുന്ന ആളുകളുണ്ട്, അഭിപ്രായങ്ങളുണ്ട്. പക്ഷെ അങ്ങനെ ഒരു ബാധ്യത അവളുടെ മേലില്ല. അവിടെ എന്തായിരിക്കണം? മഅറൂഫ് ആയിരിക്കണം, ശരീഅത്തിന്റെ നിയമത്തിന്റെ ഉള്ളിലുള്ളതായിരിക്കണം. സുബ്ഹാനല്ലാഹ്. കാരണം അർരിജാലു ഖവ്വാമൂന അലന്നിസാ അല്ലെ, അവര് ഖവ്വാമൂന എന്ന് പറയുമ്പോൾ വെറും മെയിൻ്റനൻസ് മാത്രമല്ല, മെയിൻറ്റെയിൻ ചെയ്യുന്നതിന്റെ കൂടെ തന്നെ അവരുടെ ലീഡർഷിപ്പ് ഉണ്ട് അല്ലെ, അവരുടെ ഉത്തരവാദിത്തമുണ്ട്, അവരെ പഠിപ്പിക്കാനുള്ള അധികാരമുണ്ട്. സുബ്ഹാനല്ലാഹ്. എങ്ങനെ വസ്ത്രം ധരിക്കണം, എങ്ങനെ പുറത്തിറങ്ങണം, അത്തരം കാര്യങ്ങളൊക്കെ പഠിപ്പിക്കാനുള്ള അധികാരം കൂടെ ഖവ്വാമായിട്ടുള്ള പുരുഷന്മാർക്ക് ഉണ്ട്. ഇപ്പൊ ഞാൻ പറഞ്ഞു ഈ വസ്ത്രം ധരിക്കുന്ന കാര്യത്തിലൊക്കെ ഇപ്പം കുട്ടികൾ ഒക്കെ ഒരു ഡ്രസ്സ് ഇട്ടിട്ട് പോവാ, അപ്പൊ വാപ്പ പറയാണ്, അല്ലെ മൂത്ത സഹോദരൻ പറയാ ഈ പാന്റ് ഭയങ്കര ടൈറ്റ് ആണ്, ഇതിട്ടിട്ട് നീ പുറത്തു പോകണ്ട എന്ന് പറയുമ്പോൾ ദേഷ്യം വരണ്ട. അത് നമ്മൾ അനുസരിക്കാൻ ബാധ്യതയുണ്ട് നമുക്ക്. കാരണം അത് മഅറൂഫുമാണ്, എന്താണ് ശരിയാ നിയമത്തിന് ഉള്ളിലുള്ളതുമാണ്, അവര് ഖവ്വാമാണ്, അവരെ നമ്മൾ അനുസരിക്കണം. കാരണം അവർക്ക് നമുക്കറിയാത്തത് പലതും അവർക്കറിയാം. എന്താ അവർക്കറിയാം നമുക്കറിയാത്തത്? അന്യപുരുഷന്മാർ എങ്ങനെയാണ് ഇതിനെ നോക്കിക്കാണുക, അവർക്ക് എന്ത് സുഖമാണ് ഇതിങ്ങനെ നോക്കുമ്പോൾ കിട്ടാന്നുള്ളത് പുരുഷന്മാർക്ക് നല്ല വൃത്തിക്ക് അറിയാം. അതുകൊണ്ടാണ് അവർ നമ്മളടുത്ത് അങ്ങനെ പറയുന്നത്. ഓക്കെ, അത് നമുക്കറിയില്ല. പുരുഷന്മാർക്ക് ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ കാണുമ്പോൾ എന്താ ഫീൽ ചെയ്യാന്നുള്ളത് പുരുഷന്മാർക്കേ അറിയുള്ളൂ, നമുക്കറിയില്ല. അപ്പം അവർ ആ കാര്യങ്ങളൊക്കെ പറയുമ്പോൾ അതനുസരിക്കൽ നമ്മളുടെ ബാധ്യതയാണ്. നമ്മൾ വസ്ത്രം ധരിച്ചിറങ്ങുമ്പോൾ നമ്മൾ ഭർത്താവോ അപ്പയോ സഹോദരനോ നമ്മൾ വിചാരിക്കുന്നുണ്ടോ ഞാൻ എല്ലാ ഭാഗവും കവർ ചെയ്തിട്ട് ചുരിദാറാണ് ഇട്ടത്, എല്ലാം എവിടെ ഒന്നും കാണുന്നില്ല. പക്ഷെ അവർ പറയുന്നത് എന്താ, എൻ്റെ കൈ ഇത്ര ടൈറ്റ് അല്ലെങ്കിൽ വയർ ഇത്ര ടൈറ്റ്, ഇത് വേണ്ട എന്ന് അവർ പറഞ്ഞു കഴിഞ്ഞാൽ അത് വേണ്ടാന്ന് വെക്കേണ്ടത് നമ്മളുടെ ബാധ്യതയിൽ പെട്ടതാണ്. ഓക്കെ, അപ്പം അവർക്ക് അവരുടെ ഗാർഡിയൻഷിപ്പിലുള്ള സ്ത്രീകളെ ഡിസിപ്ലിൻ ചെയ്യാനുള്ള അധികാരം അവർക്കുണ്ട്. പക്ഷേ ഡിസിപ്ലിൻ ചെയ്യാനുള്ള അധികാരം ഉണ്ടെന്ന് പറയുമ്പോൾ എങ്ങനെ തോന്നിയ പോലെ ഡിസിപ്ലിൻ ചെയ്യാന്നുള്ളതല്ല. നീ ഇന്നത് ചെയ്തില്ലെങ്കിൽ ഞാൻ നിന്നെ ഡിവോഴ്സ് ചെയ്യും, അല്ലെങ്കിൽ ഇങ്ങനെ ചെയ്തില്ലെങ്കിൽ നീ ഇവിടെ വീട്ടിൽ നിൽക്കണ്ട, ആ രീതിയിലുള്ള ഡിസിപ്ലിനിങ് എന്താ റെബലിയസ് ആക്കുള്ളൂ. അതായത് അവർക്ക് അതിന് എതിരെ പോകാനുള്ള സാധ്യത. ഇപ്പൊ നമ്മൾ മക്കളുടെ കാര്യത്തിൽ തന്നെ നമുക്കറിയാം അല്ലെ, മര്യാദയ്ക്ക് സ്നേഹത്തോടു കൂടി പറഞ്ഞു കഴിഞ്ഞാൽ അവർ കാര്യങ്ങളൊക്കെ ചെയ്യും. പക്ഷെ ഇനി ഇങ്ങനെ ചെയ്ത് അങ്ങനെ ചെയ്യുന്ന പറയുമ്പോൾ ചിലപ്പോൾ കുറച്ച് ആദ്യം 1-2 പ്രാവശ്യമൊക്കെ അവർ പേടിച്ച് നിൽക്കേക്കും, 3ാമത്തെ പ്രാവശ്യം എന്തെങ്കിലും ചെയ്തു കൊടുന്നിട്ട് ഓരോരോ പാട്ടിന് പോകും. അപ്പൊ ഡിസിപ്ലിനിങ് എന്ന് പറയുമ്പം എപ്പോഴും അതൊരു ഇഫക്റ്റീവ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഗുണകരമായിട്ടുള്ള ഒരു ഡിസിപ്ലിനിങ് ആയിരിക്കണം. എന്നാൽ വേറെ ചില കാര്യങ്ങൾ, അതായത് ന്യൂഷൂസിലായിട്ടുള്ള അതുപോലെയുള്ള സ്ത്രീകളെ കുറിച്ച് സൂറത്ത് നിസായിൽ പറയുന്നുണ്ട്. അതായത് ഭർത്താവിന്റെ അടുത്ത് എന്ത് പറഞ്ഞാലും അനുസരിക്കാത്ത, ഭർത്താവിന്റെ അതോറിറ്റി ഒക്കെ അദ്ദേഹം എന്റെ കവ്വാമാണ് അല്ലെങ്കിൽ അവര് എന്റെ മേലെ അധികാരമുള്ള ആളാണെന്ന് ഒരു തരത്തിലും അംഗീകരിക്കാത്ത സ്ത്രീകളുടെ കാര്യത്തിൽ ഭർത്താക്കന്മാർക്ക് ചില നടപടികളൊക്കെ എടുക്കാം എന്നുള്ളത് ഖുർആനിൽ പറയുന്നുണ്ട്. ഇൻഷാ അല്ലാഹ് നമുക്ക് പിന്നീട് ആ ഒരു സമയം വരുമ്പോൾ ഡിസ്കസ് ചെയ്യാം. ഇനി അടുത്ത ഒരു കാര്യം, നമ്മൾ ഇത് തന്നെ പറഞ്ഞു, അതായത് അവര് സ്ത്രീകള് മഅറൂഫായിട്ട് പുറത്തേക്ക് പോവുകയാണെങ്കിൽ നിങ്ങളുടെ മേൽ പ്രശ്നമില്ല, ബാധ്യതയില്ല എന്ന് വലിയകളുടെ അടുത്ത് പറഞ്ഞു അല്ലെ. അപ്പം ഇവിടെ ആ ഒരു മഅറൂഫ് എന്നുള്ള വാക്ക് സുബ്ഹാനല്ലാഹ്, അപ്പൊ സ്ത്രീ പുറത്തേക്ക് പോകുമ്പോ അവര് എങ്ങനെ പോകണം, ആ കാര്യം ഇവിടെ ഇമ്പോർട്ടന്റ് ആണ് അല്ലെ. മഅറൂഫായിട്ട് പോവണം. അതായത് ഇങ്ങനെയാണ് മഅറൂഫ്, അവളുടെ ഗാർഡിയൻ ആയിട്ടുള്ള വലിയ ആയിട്ടുള്ള അത് ആരാണോ, അത് ഭർത്താവാണെങ്കിൽ ഭർത്താവ്, വാപ്പയാണെങ്കിൽ വാപ്പ, ഉമ്മയാണെങ്കിൽ സഹോദരനാണെങ്കിൽ സഹോദരൻ, അവരുടെ അടുത്തുള്ള പെർമിഷൻ ആവശ്യമാണ്. ആ പെർമിഷൻ എന്ന് പറയുമ്പോൾ ഓരോ സ്ഥലത്ത് പോകുമ്പോൾ വിളിച്ച് ചോദിക്കലല്ല.
ഞാൻ അവിടെ പോട്ടെ, ഞാൻ ഇവിടെ പോട്ടെ. അതായത് സാധാരണ ഇപ്പോൾ നമ്മൾ ജീവിക്കുന്ന സാഹചര്യങ്ങളിൽ ചില കാര്യങ്ങളൊക്കെ അഗൈൻ ഇത് മാറൂഫാണ്, അറിയാം. ഇപ്പോൾ വാപ്പക്കാണെങ്കിലും ഭർത്താവിനാണെങ്കിലും സഹോദരനാണെങ്കിലും അറിയാം, ഓക്കെ അവള് കുട്ടികളെ വിളിക്കാൻ സ്കൂളിൽ പോകും, അല്ലെങ്കിൽ വീട്ടിലേക്ക് സാധനങ്ങൾ വാങ്ങാൻ പോകും, അങ്ങനെയുള്ള കാര്യങ്ങൾ, അല്ലെങ്കിൽ വല്യമ്മനെ കാണാൻ പോകും, അല്ലെങ്കിൽ പിന്നെ മരണം വീട്ടിൽ പോകും, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒരു ജനറൽ ആയിട്ട് ആക്സെപ്റ്റബിൾ ആയിട്ടുള്ള അല്ലെങ്കിൽ ഭർത്താവിന് ഓക്കെ ആയിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പോൾ അങ്ങനെയുള്ള കാര്യത്തിന് എപ്പോഴും സമ്മതം ചോദിക്കണം എന്നല്ല. പക്ഷെ എന്തെങ്കിലും പ്രത്യേകമായിട്ട് അവള് ഫ്രണ്ട്സിന്റെ കൂടെ, ഗേൾസ് മാത്രമുള്ള ഫ്രണ്ട്സിന്റെ കൂടെ ഒരു ടൂർ പോകാൻ തീരുമാനിക്കുകയാണ്, അത് നോർമൽ ആയിട്ടുള്ള ഒരു കാര്യമേ അല്ല അല്ലെ. അത് ഒന്നാമത് ഇസ്ലാമിൽ അത് അനുവദനീയമല്ല. അതിന്റെ പുറമെ സമ്മതമില്ലാതെ അങ്ങനെയുള്ള ഒരു കാര്യത്തിനും പോവാൻ സ്ത്രീക്ക് അനുവാദമില്ല. കാരണം അതാരാണോ അവരുടെ ഗാർഡിയൻഷിപ്പിലാണ് ഉള്ളത്. അവൾ ഈവൻ സ്വന്തം നിലയിൽ ജീവിക്കുന്ന ഒരു സ്ത്രീ ആണെങ്കിൽ പോലും, അതായത് അവളുടെ സാഹചര്യങ്ങൾ അതിനെ അനുവദിക്കുന്നുണ്ട്, പണമുണ്ട്, വേറെ പ്രയാസങ്ങളൊന്നുമില്ല, ഒറ്റയ്ക്കാണ് ജീവിക്കുന്നതെങ്കിൽ പോലും അവൾക്കൊരു ഗാർഡിയൻ ഉണ്ടെന്നുണ്ടെങ്കിൽ, അവളുടെ വാപ്പയാണോ സഹോദരനാണോ ആരാണോ ഉണ്ടെന്നുണ്ടെങ്കിൽ അവരുടെ അനുവാദം അവൾക്ക് ആവശ്യമാണ്. അതായത് ഈ സാധാരണ നോർമൽ ആയിട്ട് ചെയ്യുന്ന മഅറൂഫ് ആയിട്ടുള്ള കാര്യങ്ങൾക്ക് ജനറൽ ആയിട്ടുള്ള ഒരു അണ്ടർസ്റ്റാൻഡിങ്ങും, ഇങ്ങനെ സ്പെഷ്യൽ ആയിട്ട് എന്തെങ്കിലും ഒരു കാര്യത്തിന് പോവുകയാണെങ്കിൽ അത് വിളിച്ച് പറഞ്ഞ് സമ്മതം വാങ്ങിയിട്ടേ പോകാൻ പാടുള്ളൂ. അതും പറയുമ്പോൾ അവിടെ ഒരു ഖിയാന പാടില്ല. അതായത് അവള് സത്യം പറയുകയാണെങ്കിൽ പോകുന്നത് ഫ്രണ്ട്സിന്റെ കൂടെ അടിച്ചു പൊളിക്കാനോ സിനിമ കാണാനോ ഒക്കെയാണ്. പക്ഷെ പറയുന്നത് ഞാനൊന്ന് മാളിൽ പോയിട്ട് കുറച്ച് സാധനം വാങ്ങി വരാന്നാണ്. മാളിൽ പോയിട്ട് സാധനം വാങ്ങുന്നുണ്ടാവും, പക്ഷെ ഇതൊക്കെ ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ അത് ഖിയാനയാണ്, ചീറ്റിംഗ് ആണ്, അതും പാടില്ല. ബേസിക്കലി ഒരു സ്ത്രീക്ക് അള്ളാഹു സുബ്ഹാനഹു തആല അനുവദിച്ചു കൊടുത്തിട്ടുള്ള ആ പ്രൊട്ടക്ഷനെ സ്ത്രീ വക വെക്കണം. അതേപോലെ അവളുടെ മേൽ അള്ളാഹു സുബ്ഹാനഹു തആല വെച്ച് കൊടുത്തിട്ടുള്ള അതോറിറ്റി, അവളുടെ പുരുഷനാണെങ്കിലും ആരാണെങ്കിലും അത് അനുസരിക്കണം. പക്ഷെ അവര് ഇതിനെ വേറൊരു രീതിയിൽ, മോശപ്പെട്ട രീതിയിൽ ഉപയോഗിക്കാനും പാടില്ല. നമ്മൾ ഒരു അണ്ടർസ്റ്റാൻഡിങ്ങിൽ എപ്പോഴും ഉണ്ടായിരിക്കണം. ഓക്കെ, ഇൻഷാ അല്ലാഹു അതിനൊക്കെ ശരിക്കും ഉൾക്കൊള്ളേണ്ട രീതിയിൽ ഉൾക്കൊള്ളാനുള്ള തൗഫീക്കും ആ ഒരു ഹൃദയ വിശാലതയും ഒക്കെ അല്ലാഹു നമുക്ക് തരട്ടെ. അപ്പം മഅറൂഫ് എന്ന് പറയുന്ന കാര്യത്തിൽ നമ്മൾ പറഞ്ഞു അനുവാദത്തിന്റെ ഒരു കണ്ടീഷൻ. പിന്നെ വേറൊരു കണ്ടീഷൻ, അവള് പുറത്തു പോകുമ്പോൾ സ്ത്രീ എങ്ങനെയാണ് പോകുന്നതെങ്കിലും അത് മാന്യമായിട്ടുള്ള ഇസ്ലാമികമായിട്ടുള്ള വസ്ത്രധാരണത്തോടു കൂടിയുള്ള പോക്കായിരിക്കണം. ഓക്കെ, തോന്നിയ പോലെ ഹിജാബ് ഇട്ടിട്ടില്ല എന്നുള്ള ഒരു അവസ്ഥയിലേക്ക് ആയി പോകരുത്. അവൾ എങ്ങനെ ഇസ്ലാമികമായിട്ടുള്ള വസ്ത്രധാരണം പറഞ്ഞോ ആ രീതിയിലായിരിക്കണം അവളുടെ വസ്ത്രധാരണം, ആ രീതിയിലായിരിക്കണം അവളുടെ നടത്തം. അല്ലെ, സ്ത്രീക്ക് നടത്തത്തിന് പോലും നമ്മളുടെ ഇസ്ലാമിൽ മാതൃകകളുണ്ട്. അതുപോലെ ആയിരിക്കണം അവളുടെ നടത്തം, അവളുടെ ശബ്ദം അതുപോലെ ആയിരിക്കണം. തോന്നിയ പോലെ അല്ലെ, ഫുൾ കവർ ചെയ്തിട്ടുണ്ടാവും, പക്ഷെ പുറത്തെത്തിട്ട് അവള് സംസാരിക്കുന്നത് കേട്ട് കഴിഞ്ഞാൽ ആരും ഒന്ന് നോക്കിപ്പോകും, പഠിച്ചോനെ ഈ പെണ്ണ് തന്നെയാണോ ഈ സംസാരിക്കുന്നതെന്ന്. ശബ്ദം കൊണ്ടും വേറെ പല കാര്യങ്ങൾ കൊണ്ടും, ചിലപ്പം അത് ഭയങ്കര ഉയർന്ന ഒച്ചത്തിലുള്ള മറ്റുള്ളവരെ മേലെ നിൽക്കുന്ന പുരുഷന്മാരുടെ മേലെ നിൽക്കുന്ന ശബ്ദമാവുന്നത് കൊണ്ടാവാം. ഇനി അതല്ലെങ്കിൽ വളരെ സെഡക്റ്റീവ് ആയിട്ട് ഒരു കൊഞ്ചിക്കുഴഞ്ഞിട്ടുള്ള ശബ്ദമാവാം. ഇതൊക്കെയും മഅറൂഫ് ആവുന്നതിന് എതിരായിട്ടുള്ള കാര്യങ്ങളാണ്. ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിക്കാനുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരുപാട് അവകാശങ്ങളും സംരക്ഷണങ്ങളും ഒക്കെ വകവെച്ച് തരുമ്പം അല്ലാഹു സുബ്ഹാനഹു വ തആല കുറെ നിയമങ്ങളും അതിന്റെ കൂടെ കൊണ്ടുവരുന്നുണ്ട്. അപ്പൊ മഅറൂഫ് എന്ന് പറയുന്നത് കുറച്ച് വിശാലമായിട്ടുള്ള ഒരു കാര്യമാണെന്ന് മനസ്സിലാക്കുക. ഇനി അടുത്ത ആയത്ത് 241, വലിൽ മുതല്ലഖാതി മതാഉൻ ബിൽ മഅറൂഫ് ഹഖൻ അലൽ മുത്തഖീൻ. വിവാഹമോചനം ചെയ്യപ്പെട്ട സ്ത്രീകൾക്ക് ആചാരമര്യാദ അനുസരിച്ച് വല്ല വിഭവവും ലഭിക്കേണ്ടത് ഉണ്ട്. അതേ സൂക്ഷ്മത പാലിക്കുന്നവരുടെ മേൽ ഒരു കടമ. വലിൽ മുതല്ലഖാത്ത് വിവാഹമോചിതരായ സ്ത്രീകൾക്ക് ഉണ്ട്, മതാഉൻ ജീവിത വിഭവം, ബിൽ മഅറൂഫ് മര്യാദ അനുസരിച്ച്, ഹഖൻ കടമയായത്, അലൽ മുത്തഖീൻ മുത്തഖീങ്ങൾക്ക്. തഫ്സീർ നോക്കാം. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയണം വലിൽ മുതല്ലഖാത്ത് എന്ന് പറയുന്നത് മുതല്ലഖയുടെ പ്ലൂരലാണ്. ഓക്കെ, മുതല്ലഖ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിവാഹമോചനം ചെയ്യപ്പെട്ട, ത്വലാഖ് ചെയ്യപ്പെട്ട സ്ത്രീ. ഓക്കെ, അപ്പം വലിൽ മുതല്ലഖാത്ത് എന്ന് പറഞ്ഞാൽ ത്വലാഖ് ചെയ്യപ്പെട്ട സ്ത്രീകൾ. അപ്പം അവർക്ക് ഉണ്ട്. അപ്പം ഇവിടെ എല്ലാ തരത്തിലുള്ള ത്വലാഖ് ചെയ്യപ്പെട്ട സ്ത്രീകളും ആണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ഇവിടെ ഖുൽഅ വരുന്നില്ല, വിധവകൾ വരുന്നില്ല. ഓക്കെ, ആ രണ്ട് കാര്യങ്ങളും ഇവിടെ ഇല്ല. ഭർത്താവ് മരിച്ചിട്ട് വിധവയായ സ്ത്രീയും ഈ കണ്ടീഷനിൽ വരുന്നില്ല, ഖുൽഅ ചെയ്യപ്പെട്ടതും ഇതിൽ വരുന്നില്ല. പക്ഷെ ത്വലാഖ് ഏത് രീതിയിലുള്ള ത്വലാഖ് ആണെങ്കിലും, അത് ത്വലാഖ് ബായിനാവാം അല്ലെ, ത്വലാഖ് റജായി ആവാം, അതായത് മടക്കിയെടുക്കാവുന്ന ത്വലാഖും അല്ലാത്ത ത്വലാഖും, അങ്ങനെ ആ ത്വലാഖ് ചെയ്ത് പറഞ്ഞയക്കപ്പെട്ട ഒരു സ്ത്രീ, അല്ലെങ്കിൽ പ്രഗ്നന്റ് ആയിട്ട് ത്വലാഖ് ചെയ്യപ്പെട്ട ഒരു സ്ത്രീ ആയിരിക്കാം, അല്ലെങ്കിൽ പീരിയഡ്സിലായിരിക്കുമ്പോൾ ത്വലാഖ് ചെയ്യപ്പെട്ട ഒരു സ്ത്രീ ആയിരിക്കാം,
വളരെ ചെറിയ പ്രായത്തിലുള്ള തൊലാഖ് ചെയ്യപ്പെട്ട സ്ത്രീ ആയിരിക്കാം, വളരെ പ്രായമേറിയ തൊലാഖ് ചെയ്യപ്പെട്ട സ്ത്രീ ആയിരിക്കാം. എന്താണ് നമ്മൾ ഇന്നലെ പറഞ്ഞ കുറെ കാര്യങ്ങളുണ്ട് അല്ലെ. മഹർ കൊടുത്തിട്ട് വിവാഹം പൂർത്തീകരണത്തിൽ എത്തിയ കേസാവാം, മഹർ കൊടുത്തിട്ട് വിവാഹം പൂർത്തീകരണത്തിൽ എത്താത്ത കേസാവാം, മഹർ നിശ്ചയിക്കാത്ത കേസാവാം. ഏത് രീതിയിലാണെങ്കിലും തൊലാഖ് ചെയ്യപ്പെട്ട സ്ത്രീകളുടെ കാര്യമാണ് ഇവിടെ പറയുന്നത്. അപ്പം അങ്ങനെയുള്ള എല്ലാ തൊലാഖ് ചെയ്യപ്പെട്ട സ്ത്രീകൾക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ് മതാഉൻ. ഓക്കെ, ഒരു എന്തുണ്ട്, മതാ ഉണ്ട്, സുബ്ഹാനല്ലാഹ്, ഒരു വിഭവം അല്ലെ, പ്രയോജനപ്രദമായ, ഉപകാരപ്രദമായ, ഉപയോഗപ്രദമായ ഒരു മതാ അവൾക്കുണ്ട്. ബിൽ മഅറൂഫ്, വീണ്ടും മര്യാദ അനുസരിച്ച്. ഓക്കെ, അപ്പം ഏത് ഡിവോഴ്സ് ചെയ്യപ്പെട്ട, തൊലാഖ് ചൊല്ലപ്പെട്ട, തൊലാഖ് എന്ന് പറയുമ്പോൾ എപ്പോഴും നമ്മുടെ മനസ്സിൽ ഓടിയെത്തണം പുരുഷൻ സ്ത്രീക്ക് കൊടുക്കുന്നതാണ് തൊലാഖ്. ഓക്കെ, അപ്പം ഏത് തൊലാഖ് ചൊല്ലപ്പെട്ട സ്ത്രീക്കും അവൾക്ക് ഒരു മതാ കൊടുക്കണം, എന്തെങ്കിലും പ്രയോജനപ്രദമായ ഒരു കാര്യം കൊടുക്കണം. ആരാ കൊടുക്കേണ്ടത്? ഈ പുരുഷൻ, ആരാണോ തൊലാഖ് ചെയ്യുന്നവൻ. എത്രയാ കൊടുക്കേണ്ടത്? ബിൽ മഅറൂഫ്, മര്യാദ അനുസരിച്ച്. എന്താണോ കൺവെൻഷൻ, എന്താണോ കൾച്ചറലി ആക്സെപ്റ്റബിൾ, സമൂഹത്തിന് സ്വീകാര്യമായ ശരിയ നിയമത്തിനുള്ളിലുള്ള കാര്യം. ഓക്കെ, അത് അവൾക്ക് ഒരു എന്തെങ്കിലും ഒരു വിഭവം അവൾക്ക് കൊടുക്കേണ്ടത് എന്താണ്? ഹക്കൻ അലൽ മുത്തഖീൻ, ബാധ്യതയാണ്. ആരുടെ മേല്? മുത്തഖീങ്ങളുടെ മേല്, തഖ്വയുള്ളവരുടെ മേല് ഇതൊരു ബാധ്യതയാണ്. അള്ളാഹു സുബ്ഹാനഹു തആലയെ ഭയപ്പെടുന്നവരുടെ മേല് ഈ തൊലാഖ് ചൊല്ലപ്പെട്ട സ്ത്രീകൾക്ക് ഒരു മതാ കൊടുക്കല് ബാധ്യതയാണ്. അപ്പൊ മതാ കൊടുക്കുന്നില്ല എന്നുണ്ടെങ്കിൽ, തൊലാഖ് ചൊല്ലി ഒരു സ്ത്രീയെ തൊലാഖ് ചൊല്ലിയിട്ട് അവൾക്ക് മതാ കൊടുക്കുന്നില്ല എന്നുണ്ടെങ്കിൽ അതെന്താ കാണിക്കുന്നത്? അവൻ തഖ്വയില്ല അല്ലെ, അവന് മുത്തഖിയല്ല. അള്ളാഹു സുബ്ഹാനഹു തആലയെ ഭയമില്ല. നമ്മൾ കഴിഞ്ഞ ദിവസത്തെ ആയത്തിൽ നമ്മൾ പഠിച്ചിരുന്നു അല്ലെ, തൊലാഖ് ചൊല്ലപ്പെട്ട സ്ത്രീയുടെ മതാ എന്താണെന്നുള്ളത്. അത് മഹർ നൽകപ്പെട്ടു വിവാഹം പൂർത്തീകരണത്തിലും എത്തിയ, അതായത് ഒരു നോർമൽ ആയിട്ടുള്ള ഒരു സാഹചര്യത്തിൽ എന്താണ് മതാ? ആ ഫുള്ള് മഹറും അവൾക്ക് കൊടുക്കലാണ്. ഓക്കെ, കാരണം പുരുഷന് ഒന്നും തിരിച്ചെടുക്കാൻ പാടില്ല. അവൾക്ക് കൊടുത്തതെല്ലാം, അവൾക്ക് എന്തൊക്കെ കൊടുത്തോ അതൊക്കെ അവൾക്കുള്ളതാണ്, അതൊന്നും തിരിച്ചു കിടക്കാൻ പാടില്ല. അവൾ 100% അവൾക്ക് കിട്ടിയ മഹറും അവൾക്ക് തിരിച്ചു കൊണ്ടുപോകാം. ഇനി മഹർ തീരുമാനിച്ചിട്ടില്ല, മഹർ ഫിക്സ് ചെയ്തിട്ടില്ല, വിവാഹം പൂർത്തീകരണത്തിൽ എത്തിയിട്ടുമില്ല, അങ്ങനെയുള്ള ഒരു സ്ത്രീയെ തൊലാഖ് ചൊല്ലിക്കഴിഞ്ഞാൽ എന്താ ചെയ്യേണ്ടത്? അവന്റെ കഴിവിനനുസരിച്ച് കൊടുക്കുക അല്ലെ, അവന്റെ കദറിനനുസരിച്ച്, അവന്റെ കയ്യിൽ എത്രയുണ്ടോ ആ കപ്പാസിറ്റിക്ക് അനുസരിച്ച് കൊടുക്കുക. അവന് ഒരുപാട് കൊടുക്കാൻ പറ്റുമെങ്കിൽ ഒരുപാട് കൊടുക്കാം, കുറച്ചേ കൊടുക്കാൻ പറ്റുള്ളെങ്കിൽ കുറച്ച് കൊടുത്താൽ മതി. ഇനി മഹർ തീരുമാനിച്ചിട്ടുണ്ട്, പക്ഷെ വിവാഹ പൂർത്തീകരണത്തിൽ എത്തിയിട്ടില്ല. നിക്കാഹ് കഴിഞ്ഞു, മഹറും തീരുമാനിച്ചിട്ടുണ്ട്, പക്ഷെ വിവാഹം പൂർത്തീകരിച്ചിട്ടില്ല, അതായത് അവർ തമ്മിൽ ലൈംഗികമായി ബന്ധപ്പെട്ടിട്ടില്ല. അപ്പൊ എത്രയാ കിട്ടുക? ഹാഫ് അല്ലെ, ഹാഫാണ് കൊടുക്കൽ ബാധ്യത. പക്ഷെ അത് അങ്ങോട്ടും ഇങ്ങോട്ടും വിട്ടുകൊടുക്കാൻ അനുവാദമുണ്ട്. ആ കാര്യത്തിൽ വിട്ടുകൊടുക്കലാണ് ഉത്തമം. അവള് ഒന്നെങ്കിൽ വേണ്ടാന്ന് പറയാം, അല്ലെങ്കിൽ അവൻ മുഴുവനായിട്ട് കൊടുക്കുകയോ അതിൽ കൂടുതൽ കൊടുക്കുകയോ ചെയ്യാം. ഇനി മഹർ നിശ്ചയിച്ചിട്ടില്ല, പക്ഷേ വിവാഹ പൂർത്തീകരണത്തിൽ, അതായത് നിക്കാഹ് കഴിഞ്ഞു പക്ഷെ മഹർ കൊടുത്തിട്ടില്ല, പക്ഷെ അവര് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുത്തി വിവാഹ പൂർത്തീകരണത്തിൽ എത്തിപ്പോയി. ഓക്കെ, അങ്ങനെ വരുന്ന ഡിവോഴ്സ് ചെയ്യുകയാണെങ്കിൽ, തൊലാഖ് ചൊല്ലുകയാണെങ്കിൽ എന്താണ്? മഹർ മിസ്ല അല്ലെ, അതായത് കൺവെൻഷനലി സ്വീകാര്യമായ, സമൂഹത്തിൽ സ്വീകാര്യമായ, അല്ലെങ്കിൽ അവളുടെ കുടുംബത്തിലെ മറ്റു സ്ത്രീകൾക്ക് എങ്ങനെയാണോ എത്രയാണോ മഹർ കിട്ടുക ആ മഹറാണ് അവൾക്ക് നിശ്ചയിച്ച് കൊടുക്കേണ്ടത്. ഒരു കാര്യം മനസ്സിലാക്കുക, ഇതൊക്കെ ജനറൽ ആയിട്ടുള്ള ബേസിക് ആയിട്ടുള്ള ഗൈഡ് ലൈൻസ് ആണ് മതാഇന്റെ. അതായത് ഒരു തൊലാഖ് ചൊല്ലപ്പെട്ട സ്ത്രീക്ക് ജനറലി ഇസ്ലാമിക നിയമപ്രകാരം കൊടുക്കേണ്ട മതാ ആണ് ഇവിടെ പറയുന്നത്. പക്ഷേ പല സാഹചര്യങ്ങളും സ്പെഷ്യൽ കേസുകൾ ഉണ്ടാവാം. ഓരോരുത്തരുടെയും കേസ് ഭയങ്കര ഡിഫറെന്റ് ആയിരിക്കും. അതുകൊണ്ട് തന്നെ ഇപ്പൊ ഇത് കഴിഞ്ഞ പാട് അങ്ങനെയുള്ള കേസിൽ എത്ര കൊടുക്കേണ്ട, ഇങ്ങനെയുള്ള കേസിൽ എത്ര കൊടുക്കേണ്ടതെന്ന് ചോദിച്ചു വരണ്ട. കാരണം ഇത്തരം കാര്യങ്ങൾ നമ്മൾ മുഫ്തികളുടെ അടുത്തോ ഖാദികളുടെ അടുത്തോ അല്ലെങ്കിൽ ഇസ്ലാമിക നിയമങ്ങളും കൂടെ അറിയുന്ന ഒരു അഡ്വക്കേറ്റിന്റെ അടുത്തോ പോയിട്ട് സോർട്ട് ഔട്ട് ചെയ്യേണ്ട കാര്യമാണ്. കാരണം ഓരോ കേസും അതിൻ്റെതായ എല്ലാ വശങ്ങളും കൺസിഡർ ചെയ്ത് അതിന്റെ ഫത്വകളൊക്കെ കൺസിഡർ ചെയ്തിട്ട് വേണം തീരുമാനിക്കാൻ. ചില സാഹചര്യങ്ങളിൽ അവിടെ ഡാമേജുകൾ ഉണ്ടാവും. കാരണം ഡൊമസ്റ്റിക് വയലൻസ് പോലെയുള്ള അല്ലെ, സ്ത്രീക്ക് ഒരുപാട് തരത്തിലുള്ള ശാരീരികവും മാനസികവുമായിട്ടുള്ള പ്രയാസങ്ങൾ അനുഭവിച്ച സാഹചര്യങ്ങൾ ഉണ്ടായിരിക്കാം. ചില കേസിൽ സ്ത്രീയുടെ സ്വത്തുകൾ, സ്വർണവും അതുപോലെ പല കാര്യങ്ങളും ഭർത്താവിന്റെ വീട്ടുകാരോ മിസ്അപ്രോപ്രിയേറ്റ് ചെയ്ത് അവർ വേറെ രീതിയിൽ അത് ഉപയോഗിക്കുകയും നഷ്ടപ്പെടുത്തുകയും ചെയ്ത സാഹചര്യങ്ങൾ ഉണ്ടായേക്കാം. ചില കേസിൽ അവൾക്ക് ശാരീരികമായിട്ട് അപകടങ്ങൾ ഉണ്ടാക്കി, അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിൽ അവൾക്ക് ഉപദ്രവങ്ങളോ അപകടങ്ങളോ ഉണ്ടാക്കിയ സാഹചര്യങ്ങൾ ഉണ്ടായേക്കാം. ചിലതിൽ
ഇതുപോലെ അതായത് ഇങ്ങനത്തെ പല 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 കേസുകളും വരാം. അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ എന്താവും, ഇവിടെ ഈ പറഞ്ഞ ആൾക്കാർ, ഖാലി ആണെങ്കിലും ഖാലി, മുഫ്തി അല്ലെങ്കിൽ മഹല്ലുകാർ അല്ലെങ്കിൽ അഡ്വക്കേറ്റ്സ്, അവർ മീഡിയേഷൻ നടത്തി സംസാരിച്ച് ചിലപ്പം ഭർത്താവിൽ നിന്ന് എക്സ്ട്രാ എന്തെങ്കിലും അല്ലെ ഒരു എക്സ്പെൻസ് അല്ലെങ്കിൽ ഒരു ജീവനാംശം അല്ലെങ്കിൽ നഷ്ടപരിഹാരം പോലെ വാങ്ങിക്കൊടുക്കേണ്ട സാഹചര്യങ്ങൾ ഉണ്ടായേക്കാം. അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ അതുപോലെയുള്ള സംസാരങ്ങൾ ആരാണോ അവിടെ നടുവിൽ നിന്ന് സംസാരിക്കുന്നത് അവർ സംസാരിച്ച് ഒരു കൺക്ലൂഷനിലെത്തി അങ്ങോട്ടോ ഇങ്ങോട്ടോ ചിലപ്പം ചില സാഹചര്യങ്ങളിൽ ഇനി അങ്ങോട്ട് കൊടുക്കേണ്ടതും ഉണ്ടായേക്കാം, അള്ളാഹു ആയാലും. കാരണം പൈസയൊക്കെ കടമായിട്ട് വാങ്ങിയിട്ട് തിരിച്ചു കൊടുക്കാത്ത കേസൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ സെറ്റിൽ ആക്കുന്നതൊക്കെ സംസാരിച്ച് ഓരോ സ്പെഷ്യൽ കേസും അതിനനുസരിച്ച് കൺസിഡർ ചെയ്തിട്ട് സെറ്റിൽ ചെയ്യാണ് വേണ്ടത്. ഓക്കെ. പക്ഷേ ഈ ലൈഫ് ടൈം എക്സ്പെൻസ് എന്ന് പറഞ്ഞാൽ, അതായത് ഫുൾ ജീവനാംശം എന്ന് പറയുന്ന ഒരു സംഭവം നമ്മുടെ നാട്ടിലൊക്കെ പറഞ്ഞും ഇതാക്കിയുമൊക്കെ കേൾക്കുന്നുണ്ട്. അതായത് ഭർത്താവ് മരിച്ചു കഴിഞ്ഞാൽ പിന്നെ മരണം വരെയും ഭർത്താവ് മരിച്ചെന്നല്ല, ത്വലാഖ് ചൊല്ലപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ അവളുടെ ജീവിത ചെലവ് മരണം വരെയും ഈ ഭർത്താവ് കൊടുക്കണം എന്ന് പറയുന്ന ചില കാര്യങ്ങൾ പല പല സമൂഹങ്ങളിലും പല നിയമങ്ങളിലും അതൊക്കെ ഉണ്ട്. പക്ഷെ അത് ഇസ്ലാമിന്റെ ഭാഗമല്ല എന്ന് മാത്രമല്ല, അത് പുരുഷന്റെ മേല് അനാവശ്യമായിട്ടുള്ള ഒരു ബാധ്യത ചെലുത്തലാണ്. അവന് അതിന്റെ ആവശ്യമില്ല അല്ലെ. കാരണം അള്ളാഹു സുബ്ഹാനഹു വ തആല അവളുടെ ഇദ്ദ കഴിഞ്ഞു കഴിഞ്ഞാൽ ഭർത്താവ് മരിച്ചാൽ തന്നെ അവളുടെ പിതാവിന്റെയോ ആരുടെയാന്ന് വെച്ചാൽ ഗാർഡിയൻഷിപ്പിലായി. ഇദ്ദ കഴിഞ്ഞു കഴിഞ്ഞാൽ അവൾക്ക് വേറെ വിവാഹം ചെയ്യാനുള്ള അനുവാദവുമുണ്ട്. അങ്ങനെയുള്ള സാഹചര്യത്തിൽ ഈ സ്ത്രീയുടെ അതായത് എന്തെങ്കിലും ഒരു പ്രയാസം ഉണ്ടായിട്ടായിരിക്കും ത്വലാഖ് ചൊല്ലിയത് അല്ലെ. അപ്പൊ ഈ സ്ത്രീയുടെ മരണം വരെയുള്ള ഒരു ചെലവ് ഭർത്താവിന്റെ തലയിൽ വെച്ച് കൊടുക്കുക എന്ന് പറയുന്നത് അത് പുരുഷന്മാരോട് ചെയ്യുന്ന നീതിയല്ല. അപ്പൊ അതുപോലെ ഒരു നിയമം ഇസ്ലാമിൽ ഇല്ല. അള്ളാഹു നമുക്ക് എന്താണ് ശരിയായ രീതിയിൽ അള്ളാഹുവിന്റെ നിയമങ്ങൾ ഉൾക്കൊണ്ട് മനസ്സിലാക്കാനും നടപ്പിൽ വരുത്താനും ഒക്കെയുള്ള തൗഫീഖ് റബ്ബ് തരട്ടെ. ആമീൻ. ഇനി അടുത്ത ഒരായത്ത് 242. കെദാലിക യുബയ്യിനു അല്ലാഹു ലക്കും ആയാതിഹി ലഅല്ലക്കും തഅഖിലൂൻ. അപ്രകാരം അള്ളാഹു തന്റെ ആയത്ത് ലക്ഷ്യങ്ങൾ നിങ്ങൾക്ക് വിവരിച്ചു തരുന്നു, നിങ്ങൾ ബുദ്ധി കൊടുത്തു മനസ്സിലാക്കുവാൻ വേണ്ടി. കെദാലിക അപ്രകാരം, യുബയ്യിനു വിവരിക്കുന്നു, ബയാനൂനാണ്, അള്ളാഹു ലക്കും നിങ്ങൾക്ക്, ആയാതിഹി അവന്റെ ദൃഷ്ടാന്തങ്ങൾ, ലഅല്ലക്കും നിങ്ങൾ ആയേക്കാം, തഅഖിലൂൻ നിങ്ങൾ ബുദ്ധി കൊടുത്ത് ചിന്തിക്കുന്നവർ. തഫ്സീർ നോക്കാം. കെദാലിക യുബയ്യിനു അല്ലാഹു ലക്കും ആയാതിഹി. അപ്രകാരം അള്ളാഹു അവന്റെ ദൃഷ്ടാന്തങ്ങളെ നിങ്ങൾക്ക് വിവരിച്ചു തരുന്നു. ഓക്കെ. അവന്റെ ആയത്തുകൾ, അവന്റെ കൽപ്പനകൾ അല്ലെ, അവൻ ഖുർആനിലൂടെ ഇറക്കിയ കമാൻഡ്സ് എല്ലാം അള്ളാഹു നിങ്ങൾക്ക് വിശദീകരിച്ച് തരാണ്. കുറേ നമ്മളിപ്പോ കേട്ടു അല്ലെ, എത്രയാ സുബ്ഹാനല്ലാഹ് എത്രയാ ആയത്തുകൾ, എത്രയാ കൽപ്പനകൾ, എത്രയാ ഹിക്മത്തുകൾ. സുബ്ഹാനല്ലാഹ് നമ്മൾ ഒരുപാട് ഇപ്പം കഴിഞ്ഞ കുറച്ച് ആയത്തുകളിലായിട്ട് കണ്ടു അല്ലെ. ലഅല്ലക്കും തഅഖിലൂൻ, എന്തിനാ അള്ളാഹു വിശദീകരിച്ചു തന്നത്? നിങ്ങൾ ബുദ്ധി കൊടുത്ത് ഗ്രഹിക്കാൻ വേണ്ടിയിട്ട് അല്ലെ. സുബ്ഹാനല്ലാഹ്. നമ്മൾ എന്തിനാ ഇത് ഇത്രയും കാലം നമ്മൾ വിചാരിച്ചു വെച്ചത്? നമ്മൾ നല്ല ഭംഗിയായിട്ട് ഓതാൻ വേണ്ടിയിട്ട്, ഓതി പ്രതിഫലം നേടാൻ വേണ്ടിയിട്ട് അല്ലെ. അത് ബൈഹാർട്ട് ചെയ്തിട്ട് അത് വീണ്ടും വീണ്ടും ഓതാൻ വേണ്ടിയിട്ടാണെന്ന് നമ്മൾ വിചാരിച്ചത്. അല്ലെങ്കിൽ അർത്ഥങ്ങൾ പഠിച്ച് പരീക്ഷ എഴുതി പാസ്സാവാൻ വേണ്ടിയിട്ടാണെന്നാണ് നമ്മൾ പഠിച്ചു വെച്ചത് അല്ലെ. സുബ്ഹാനല്ലാഹ്. അള്ളാഹ് പറയണേ ഞാനിതൊക്കെ വിശദീകരിച്ചത് എന്തിനാ? നിങ്ങൾ ബുദ്ധി കൊടുത്ത് ചിന്തിക്കാൻ വേണ്ടിയിട്ട്. സുബ്ഹാനല്ലാഹ്. നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്, നിങ്ങളുടെ ചിന്ത ഉപയോഗിക്കാൻ വേണ്ടിയിട്ട്. സുബ്ഹാനല്ലാഹ്. അള്ളാഹു സുബ്ഹാനഹു വ തആല തന്ന ഓരോ കൽപ്പനകളും നമ്മളെ കൂടുതൽ കൂടുതൽ മൈൻഡ്ഫുൾ ആക്കുന്ന, ബോധമുള്ള ആളുകളാക്കുന്നതായിരിക്കും ആണ് അല്ലെ. നമ്മളെ കോൺഷ്യസ് ആക്കാണ്. നമ്മൾ ഒരു എന്തോ ഒരു ഹവയിൽ ജീവിച്ചു പോകുന്ന, ഞാൻ ഇന്നലെ പറഞ്ഞ പോലെ സ്വിച്ചിട്ട റോബോട്ട് പോലെ ജീവിക്കുന്ന ആൾക്കാരാക്കാൻ വേണ്ടിയിട്ടല്ല അള്ളാഹു നിയമങ്ങൾ തന്നത്. നമ്മളെ വളരെ കെയർഫുൾ ആയിട്ട് ഓരോ കാര്യങ്ങളും ചിന്തിച്ച് ശ്രദ്ധിച്ച് ബോധത്തോടു കൂടി ചെയ്യാൻ വേണ്ടിയിട്ട് പ്രേരിപ്പിക്കുന്ന രീതിയിലാണ് അള്ളാഹിന്റെ ഓരോ കൽപ്പനകളും. കാരണം എന്ത് ചെയ്യുമ്പോഴും നമുക്ക് ചിന്തിക്കണം അല്ലെ, അള്ളാഹ് എന്താ പറഞ്ഞേ, അങ്ങനെയാണോ, അത് ചെയ്താൽ ശരിയാണോ, ഇത് ചെയ്താൽ ശരിയാണോ? നമ്മളെ ബുദ്ധി നമുക്ക് അവിടെ യൂസ് ചെയ്യണം. ശരിക്കും സുബ്ഹാനല്ലാഹ്, ഖുർആനെ ഉപയോഗിക്കേണ്ട രീതിയിൽ ഉപയോഗിച്ചാൽ, മനസ്സിലാക്കേണ്ട രീതിയിൽ മനസ്സിലാക്കി കഴിഞ്ഞാൽ മുസ്ലിമിന്റെ അത്രയും ബുദ്ധിയുള്ള ഒരു മനുഷ്യൻ ഈ ഭൂമിയിൽ ഉണ്ടാവില്ല. സുബ്ഹാനല്ലാഹ്. കാരണം അത് സ്രഷ്ടാവിന്റെ കലാമാണല്ലേ. അതിനേക്കാളും വലിയ ബുദ്ധി ഏത് റോക്കറ്റ് സയന്റിസ്റ്റിനാ ഉണ്ടാവുക? പക്ഷെ നമ്മൾ ആരും തന്നെ ഒരൊറ്റ മുസ്ലിമും നമ്മൾ ചിന്തിക്കേണ്ട രീതിയിൽ ചിന്തിക്കുന്നില്ല അല്ലെ. നമ്മൾ ബുദ്ധി ഉപയോഗിക്കേണ്ട രീതിയിൽ ഉപയോഗിക്കുന്നില്ല. കാരണം അള്ളാഹു നമുക്ക് ചിന്തിക്കാൻ തന്ന കലാമായ ഖുർആനെ നമ്മൾ വേണ്ട രീതിയിലല്ല ഉപയോഗിച്ചത്. നമ്മൾ വിഡ്ഢികളായിട്ട് മാത്രമേ അത് ഉപയോഗിക്കുള്ളൂ എന്ന് വാശി പിടിച്ച ആൾക്കാരാണ്. സുബ്ഹാനല്ലാഹ്. അതും അതിന്റെ ഒരു ഭാഗം മാത്രമായിരുന്നു അല്ലെ. തിലാവയും തജ്വീദും ഹിഫ്ളും ഒക്കെ ഖുർആന്റെ ഹക്കിൽ പെട്ടത് തന്നെയാണ്. പക്ഷേ നമുക്കത് മാത്രം മതിയായിരുന്നു. ശരിയായ അള്ളാഹു സുബ്ഹാനഹു വ തആല ഉദ്ദേശിച്ച ഉദ്ദേശത്തിലേക്ക് നമ്മൾ എത്താത്തത് കൊണ്ട് ഒരു പക്ഷേ ലോകത്തിലെ ഏറ്റവും വലിയ വിഡ്ഢികൾ മുസ്ലിങ്ങളായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ മാറിക്കഴിഞ്ഞു. അതുകൊണ്ട് നമ്മൾ വിഡ്ഢികളായി മാറുമ്പോൾ സ്വാഭാവികമായും മറ്റുള്ളവർക്ക് നമ്മളുടെ മേല് അധികാരം വെച്ചെടുത്താൻ ഈസിയാണ്. നമ്മൾ തന്നെ അതിനുവേണ്ടി വക വെച്ച് കൊടുത്തോണ്ടിരിക്കുകയാണ്, വക വെച്ചതാണ്.
നമ്മൾ ആരെയും കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ല. ഇന്നത്തെ ലോകം നമ്മളുടെ മേലുണ്ടെന്നുണ്ടെങ്കിൽ, നമ്മളുടെ മേലെ അധികാരം സ്ഥാപിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ അത് നമ്മളായിട്ട് ഉണ്ടാക്കിയെടുത്തതാണ്. അള്ളാഹു പറയണേ, ഞാൻ ഇങ്ങനെ നിങ്ങൾക്ക് വിശദീകരിച്ചു തന്നത് നിങ്ങൾ ബുദ്ധിയുള്ള ആളുകളാവാൻ വേണ്ടിയിട്ടാണ്. സുബ്ഹാനല്ലാഹ്. എന്ത് കൽപ്പനയാണെങ്കിലും, ഇപ്പം അതൊരു മതാ കൊടുക്കുന്ന കാര്യമാണെങ്കിലും, ഒരു വിധവയായിട്ടുള്ള സ്ത്രീയുടെ ഇദ്ദയുടെ കാര്യത്തിലാണെങ്കിലും, ഈവൻ ഒരു ഇടത് കൈ കൊണ്ട് നിങ്ങൾ ഭക്ഷണം കഴിക്കല്ലേ എന്ന് പറഞ്ഞ ഒരു കൽപ്പനയാണെങ്കിൽ പോലും അത് നമ്മളെ കൂടുതൽ കെയർഫുൾ ആക്കുകയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ കമാൻഡിൽ. നമ്മളെ ചിന്തിപ്പിക്കുകയാണ്. ഭക്ഷണം കഴിക്കാൻ വേണ്ടി ഇരിക്കുമ്പോൾ പോലും നമുക്ക് എന്തോ ആലോചിച്ചിട്ട് ചെയ്യാൻ പറ്റൂല. നമ്മളൊക്കെ ഒരു പക്ഷെ ഇതൊക്കെ ചെയ്യുന്നുണ്ടാവും, വലത് കൈ കൊണ്ട് നമ്മൾ ഭക്ഷണം കഴിക്കുന്നുണ്ട്, പക്ഷെ അത് നമ്മൾ ആലോചിച്ചിട്ടൊന്നുമല്ല, അല്ലെ? നമ്മൾ റുട്ടീനാക്കി മാറ്റി. അഗൈൻ ഞാൻ പറയാണ്, ഈ റോബോട്ട് ആയിക്കൊണ്ടിരുന്നു, അതുകൊണ്ട് നമ്മൾ ചെയ്യുന്നു എന്നുള്ളതേ ഉള്ളൂ. അതേ റോബോട്ട് ആയിട്ട് അതുകൊണ്ടാണ് നമ്മൾ നമസ്കരിക്കുമ്പോൾ അള്ളാഹു അക്ബറും അൽഹംദുലില്ലാഹ് ഒക്കെ പറയുമ്പോൾ നമ്മൾ ഇതൊന്നും അറിയാത്തത്. ചിന്തയുള്ള ആളുകളായിട്ടില്ല നമ്മൾ. നമുക്കത് ഇഷ്ടമില്ല ബുദ്ധി ഉപയോഗിക്കാൻ, അല്ലെ? നമുക്ക് എളുപ്പം മതി, നമുക്ക് ക്യാപ്സ്യൂൾ മതി. അതുകൊണ്ടാണ് നമ്മൾക്ക് ഇത്രയും നാൾ ക്യാപ്സ്യൂളുള്ള ക്ലാസ്സുകളുടെ പിന്നാലെ പോയത്. കാരണം നമുക്ക് ഈ ബുദ്ധി ഒന്ന് ആലോചിച്ച് ചെയ്യാനൊന്നും നമുക്ക് പറ്റൂല, അല്ലെ? ഇത് ശരിക്കും നമ്മൾ കുറച്ച് ചിന്തിച്ചിട്ടൊക്കെ ചെയ്യണം. നമ്മുടെ ജീവിതമൊക്കെ അങ്ങനെ മാറിപ്പോകും ഇങ്ങനെയൊക്കെ നമ്മൾ ചിന്തിച്ചു കഴിഞ്ഞാൽ, അല്ലേ? സുബ്ഹാനല്ലാഹ്. നമ്മുടെ ജീവിതം മാറുമ്പോൾ, നമുക്ക് ബുദ്ധി വരുമ്പോൾ, നമ്മുടെ പ്രവർത്തനങ്ങൾ മാറുമ്പോൾ, നമ്മുടെ ചുറ്റുപാടുകൾ മാറും, നമ്മുടെ ജീവിതത്തിന്റെ സ്റ്റാൻഡേർഡ് മാറും. സുബ്ഹാനല്ലാഹ്. ഇസ്ലാം ഭയങ്കര സ്റ്റാൻഡേർഡായി മാറും. ആളുകൾ അതിനോട് അട്രാക്റ്റഡ് ആവും. അവരെ ബുദ്ധി എന്താലേ! അത് പെട്ടെന്ന് ഒരു ദിവസം 2 ദിവസം കൊണ്ട് നടക്കുന്ന കാര്യമൊന്നുമല്ല കേട്ടോ. നമ്മൾ ശരിക്കും ഖുർആനനുസരിച്ച് ജീവിച്ച് അത് റിഫ്ലക്ട് ചെയ്ത് തുടങ്ങിയാൽ നമ്മുടെ സംസാരത്തിലും നമ്മുടെ പുഞ്ചിരിയിൽ പോലും മാറ്റങ്ങൾ വന്നു തുടങ്ങും. നമ്മുടെ ചുറ്റുപാടുള്ള ആളുകൾ അറിയാതെ അതിനകത്ത് അട്രാക്റ്റഡ് ആവും. അങ്ങനെ നമ്മളുടെ ദീൻ പ്രചരിപ്പിക്കപ്പെടും. സുബ്ഹാനല്ലാഹ്. നമ്മളെ ദീൻ ഇന്ന് ഈ അവസ്ഥയിലായിട്ടുണ്ടെങ്കിൽ, നമ്മുടെ വരുന്ന അടുത്ത ജനറേഷൻ ഈ അവസ്ഥയിലായിട്ടുണ്ടെങ്കിൽ അതിന് നമ്മളൊക്കെയും വലിയൊരു കാരണക്കാരാണ്. കാരണം നമ്മളുടെ കയ്യിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല തന്ന ദ ബെസ്റ്റ് ഗിഫ്റ്റ് ഖുർആനെ വേണ്ട രീതിയിൽ ഉപയോഗിച്ചിട്ടില്ല. സുബ്ഹാനല്ലാഹ്. ഇപ്പൊ അൽഹംദുലില്ലാഹ് അള്ളാഹു സുബ്ഹാനഹു വ തആല തെരഞ്ഞെടുത്തിട്ടുണ്ട്. ഇപ്പൊ നമ്മൾ മാക്സിമം വർക്ക് ചെയ്താൽ, ഏറ്റവും ചുരുങ്ങിയത് അതിന്റെ കൽപ്പനയ്ക്ക് അനുസരിച്ച് നമ്മൾ ജീവിച്ച് കാണിച്ചു കൊടുക്കെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് വലിയൊരു ശതമാനം മാറ്റം നമുക്ക് വരുത്താൻ പറ്റും. അപ്പൊ അള്ളാഹ് പറയാണ്, ഞാൻ നിങ്ങൾക്ക് കൽപ്പനകൾ ഇങ്ങനെ വിശദീകരിച്ചു തന്നത് ലഅല്ലക്കും തഅഖിലൂൻ, നിങ്ങൾ ബുദ്ധി ഉപയോഗിക്കാൻ വേണ്ടിയിട്ടാണ്. ശരിക്കും നമ്മൾ വെറുതെ സിമ്പിൾ ആയിട്ട് നമ്മൾ ചിന്തിച്ചു കഴിഞ്ഞാൽ, ഒരു മുസ്ലിം എന്ന അവസ്ഥയിൽ നമുക്ക് ആ ഒരു വ്യത്യാസം, ആ ഒരു ബോധം, ആ ഒരു കെയർഫുൾനെസ് നമുക്ക് ശരിക്കും മനസ്സിലാക്കാൻ പറ്റും. ഞാൻ സിമ്പിൾ ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ പറഞ്ഞുതരാം. കൂടുതൽ നമ്മൾ ദീനിനെ മനസ്സിലാക്കുകയും ഇതാക്കുകയും ചെയ്യുമ്പോൾ നമ്മുടെ ബുദ്ധി കൂടുതൽ വർക്ക് ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാം. ഇപ്പൊ നമുക്ക് 5 ദിവസം ഒരു ദിവസം 5 നേരം നമസ്കരിക്കണം, അല്ലെ? നമ്മൾ സമയത്തെക്കുറിച്ച് ബോധമുള്ള ആൾക്കാരാ. ഒരു അമുസ്ലിമിന്റെ വീട്ടിലേക്ക് ഒരു അമുസ്ലിമിന്റെ ഇത് ആലോചിച്ച് നോക്കുക. അവർക്ക് രാവിലത്തെ സമയത്തിനെ കുറിച്ച് ഒരു ബോധമുണ്ടോ? സുബഹിന്റെ സമയത്തിനെ കുറിച്ച്, ളുഹാന്റെ സമയത്തിനെ കുറിച്ച്? അവരെങ്ങനെ പോവാണ്, അല്ലെ? അവരുടെ പണിയെടുത്ത് നമ്മളൊരു ഓഫീസിൽ ഒരു വർക്കിലാണെങ്കിൽ പോലും നമ്മൾ ഭയങ്കര അലേർട്ട് ആയിരിക്കും. ആ ലുഹറിന്റെ സമയം, ലുഹർ നിസ്കരിച്ചിട്ടേ ഉള്ളൂ ബാക്കി പണി, അല്ലെങ്കിൽ ലുഹർ നിസ്കരിച്ചിട്ടേ ഉള്ളൂ ബാക്കി ഭക്ഷണം. നമ്മൾ ടൈമിനെ കുറിച്ച് ബോധമുള്ള ആൾക്കാരാണ്. സുബ്ഹാനല്ലാഹ്. നമുക്ക് ശരിക്കുള്ള ഒരു മുസ്ലിം ആണെങ്കിൽ നമ്മൾ സമയത്തെക്കുറിച്ച് ബോധമുള്ളവരാണ്. നമുക്ക് സൂര്യോദയം സൂര്യാസ്തമയത്തെ കുറിച്ച് ബോധമുള്ളവരാണ്. ഏത് അമുസ്ലിമാണ് സൂര്യോദയം എപ്പോഴാ സൂര്യാസ്തമയം എപ്പോഴാന്നൊക്കെ ചിന്തിക്കുന്നവർക്ക് സൂര്യൻ ഉദിക്കുന്ന പോലെ അസ്തമിക്കുന്ന പോലെ, അല്ലെ? പൂർണ്ണചന്ദ്രനും അവര് ചിലപ്പം അവരുടെ വിശ്വാസപരമായി ബന്ധപ്പെട്ട് ചിലപ്പോൾ ചന്ദ്രനെ നോക്കുന്നുണ്ടാവും. പക്ഷെ നമ്മളെ പോലെ, അല്ലെ, പൂർണ്ണചന്ദ്രനാണോ, ദിവസം 1 ആണോ 2 ആണോ എന്നൊക്കെ അവർക്ക് ചിന്തിക്കേണ്ട യാതൊരു കാര്യമില്ല. ഇനി ആഴ്ചയിൽ ഇത് ഏതാ ദിവസം എന്നുള്ളത്, അല്ലെ, ചിലപ്പം ഒരു പ്രൊഫഷണൽ ആൾക്കാർക്ക് ചിലപ്പോൾ വേണമായിരിക്കും. പക്ഷെ വീട്ടിലിരിക്കുന്ന ഒരു വീട്ടമ്മയ്ക്ക് ഒരു പക്ഷെ ആഴ്ചയിൽ ദിവസം ഏതാന്ന് അറിയേണ്ട കാര്യമില്ല. പക്ഷെ നമുക്ക് ഒരു മുസ്ലിമായ നമുക്ക് തിങ്കളാഴ്ച അറിയണം, വ്യാഴാഴ്ച അറിയണം, അല്ലെ, വെള്ളിയാഴ്ച അറിയണം. സുബ്ഹാനല്ലാഹ്. നമുക്ക് ബോധം വേണം. സുബ്ഹാനല്ലാഹ്. ഒരു മാസത്തില് 13, 14, 15 ഒക്കെ നമുക്ക് അറിയണം. ചില മാസങ്ങളിൽ 1, 10, അല്ലെ, അതൊക്കെ നമുക്ക് അറിയണം. സുബ്ഹാനല്ലാഹ്. ഇതൊക്കെ ഒരു മുസ്ലിം ആയതുകൊണ്ട്, അള്ളാഹു സുബ്ഹാനഹു വ തആല അള്ളാഹുവിന്റെ കൽപ്പനകൾ വിശദീകരിച്ചത് കൊണ്ട്, നമ്മൾ ബുദ്ധി ഉപയോഗിക്കുന്നത് കൊണ്ട് വരുന്ന കാര്യങ്ങളാണ്. നമ്മൾ ഇതൊന്നും ചിലപ്പോൾ നോട്ട് ചെയ്തിട്ടുണ്ടാവില്ല, ഇത്രയൊക്കെ സ്പെഷ്യാലിറ്റി നമുക്ക് ഉണ്ടെന്ന്. സുബ്ഹാനല്ലാഹ്. സുബ്ഹാനല്ലാഹ്. അല്ലെ? കാരണം നമ്മൾ അതിനെ കുറിച്ചൊക്കെ ബോധം ഉണ്ടായിരിക്കണം ഒരു മുസ്ലിം ആയിരിക്കണമെങ്കിൽ. ഇനി നമ്മുടെ പീരിയഡ്സിനെ കുറിച്ച്, അല്ലെ, സ്ത്രീകൾക്ക് നമ്മൾ പീരിയഡ്സിനെ കുറിച്ച് ഒന്ന് ആലോചിച്ചൊക്കെ. ഒരു അമുസ്ലിം അവരുടെ പീരിയഡ്സിനെ കുറിച്ച് അവരാകെ ബോധേഡ് ആവും, എന്താ ലീക്ക് ആവുന്നുണ്ടോ നോക്കും, അല്ലെ? ഒരു പക്ഷെ അന്നത്തെ ദിവസം ഒരു വെള്ള ഡ്രസ്സ് വിട്ട് പുറത്ത് പോകാതിരിക്കാൻ നോക്കുമായിരിക്കും. പക്ഷെ നമുക്ക് പീരിയഡ്സ് വരുന്ന ദിവസവും തീരുന്ന ദിവസവും ഒക്കെ നമ്മൾ ശരിക്കും വന്നു കഴിഞ്ഞാൽ അത് തീരുന്നത് നമ്മൾ ഓരോ വക്ത് വെച്ചിട്ട് നമ്മൾ ചെക്ക് ചെയ്യണം. നമുക്കൊരു നമസ്കാരം നഷ്ടപ്പെടുത്തിക്കൂടാ, അല്ലെ? സുബ്ഹാനല്ലാഹ്. എന്തൊരു കെയർഫുൾ ആ നമ്മൾ. അള്ളാഹ്ക്ക് നമ്മൾ ബോധമുള്ള ജീവിതം ജീവിക്കുന്ന ആൾക്കാരാവണം. ലഅല്ലക്കും തഅഖിലൂൻ.
നമ്മൾ ഓരോരുത്തരും നമ്മുടെ ജീവിതങ്ങളെ കുറിച്ച്, നമ്മുടെ സമൂഹത്തിൽ, കാരണം നമ്മുടെ സമൂഹം എങ്ങനെ ജീവിക്കുന്നു നമുക്ക് അറിയണം അല്ലെ. നമ്മുടെ സമൂഹം എങ്ങനെ ജീവിക്കുന്നു എന്ന് അറിഞ്ഞാലേ നമുക്ക് സമൂഹത്തിൽ എന്തെങ്കിലും പ്രയാസം ഉണ്ടെങ്കിൽ അതിൽ ഇടപെടാൻ പറ്റുള്ളൂ. എന്റെ അയൽവാസി അവൻ ഭക്ഷണം കഴിച്ചില്ലേ, കഴിച്ചില്ല അല്ലെ, സുബ്ഹാനല്ലാഹ്. അങ്ങനെയാണോ ഒരു മുസ്ലിം ജീവിക്കുക? ഇല്ല, അയൽവാസി ഭക്ഷണം കഴിച്ചോ എന്ന് നമ്മൾ ഉറപ്പ് വരുത്തണം. കാരണം നമുക്ക് അവിടെയും ചില ബാധ്യതകൾ അള്ളാഹ് തന്നിട്ടുണ്ട്, കൽപ്പനകൾ അള്ളാഹ് തന്നിട്ടുണ്ട്. സുബ്ഹാനല്ലാഹ്. ഒരു മഴ പെയ്താല് അല്ലേ, പുറത്ത് മഴ പെയ്യുന്നുണ്ടെന്ന് പറഞ്ഞാൽ വിശ്വാസി അത് അറിഞ്ഞിരിക്കണം, ദുആ ഉണ്ട്. സുബ്ഹാനല്ലാഹ്. അപ്പൊ നമുക്ക് സ്വാർത്ഥരായിട്ട് ബോധമില്ലാതെ തോന്നിയ പോലെ നെഗ്ലിജന്റ് ആയിട്ടുള്ള ആൾക്കാരായിട്ട് ജീവിക്കാൻ പറ്റൂല. അള്ളാഹു പറയാണ്, ഞാൻ ഇതെല്ലാം നിങ്ങൾക്ക് വിശദീകരിച്ചു തരുന്നത് ലഅല്ലക്കും തഅഖിലൂൻ. ഇനി നമസ്കാരത്തിലേക്ക് ഞാൻ ഒന്ന് തിരിച്ചു വരികയാണ്, കാരണം ഇന്നലെ നമ്മൾ പറഞ്ഞു വെച്ച കാര്യം ഉണ്ടല്ലോ അല്ലെ, ഖുശൂ ഉള്ള നമസ്കാരം. സുബ്ഹാനല്ലാഹ്. ശരിക്കും ഉണ്ടല്ലോ, നമുക്ക് ഖുശൂ ഉള്ള നമസ്കാരം ഉണ്ടാവുമ്പോൾ ഇന്ന് ലോകത്ത് നടക്കുന്ന പല മൈൻഡ് തെറപ്പീസും, പല മൈൻഡ് ഹീലിംഗ് ടെക്നിക്സും, പല മെഡിറ്റേഷൻസും നമുക്ക് കാറ്റ് പറത്താൻ പറ്റും, വേസ്റ്റ് ബാസ്ക്കറ്റിലേക്ക് ചുരുട്ടി കൂട്ടി ഇടാൻ പറ്റും. ശരിക്കും നമുക്ക് ഖുശൂ ഉള്ള നമസ്കാരം ഉണ്ടെങ്കിൽ നമുക്ക് ഒരു ദിവസം ഏറ്റവും ചുരുങ്ങിയത് 5 പ്രാവശ്യം മെഡിറ്റേഷൻ ചെയ്യാൻ പറ്റുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഭയങ്കര കോൺസെൻട്രേറ്റ് ചെയ്തിട്ട് നമ്മൾ ആ പറയുന്ന വാക്കുകൾ, അതായത് പൊതുവെ മനുഷ്യന്മാർക്ക് കേട്ട കാര്യം പിന്നെയും പിന്നെ റിപ്പീറ്റ് ചെയ്യുമ്പോൾ ശ്രദ്ധ നഷ്ടപ്പെടുന്ന അത് വളരെ സ്വാഭാവികമാണ്. കേട്ട കാര്യം പിന്നെ ഇത് കുറെ കേട്ടാൽ നമ്മൾ മൈൻഡ് ചെയ്യില്ല, പറഞ്ഞ കാര്യം വീണ്ടും വീണ്ടും പറയുമ്പോൾ നമ്മൾ പോലും ശ്രദ്ധിക്കാതെ നമ്മുടെ നാവിൽ നിന്ന് വരികയാണ്. പക്ഷെ അള്ളാഹു സുബ്ഹാനഹു വ തആല ഇവിടെ പറഞ്ഞ കാര്യം തന്നെ നമ്മൾ വീണ്ടും 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 കോൺസെൻട്രേഷനോട് കൂടി പറയിപ്പിക്കാൻ ശ്രമിക്കുകയാണ്. അതിനെ നമുക്ക് കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ ലോകത്തുള്ള ഏത് മെഡിറ്റേഷൻ ചെയ്യുന്ന ആൾക്കാരെക്കാളും, ഏത് ഫോക്കസ് ചെയ്യുന്ന ആൾക്കാരെക്കാളും, ഏത് ബുദ്ധി ഉപയോഗിക്കുന്ന ആൾക്കാരെക്കാളും ബുദ്ധി നമുക്കുണ്ടാവും. നമുക്ക് നമ്മുടെ നമസ്കാരങ്ങൾ ശരിക്കും കോൺസെൻട്രേറ്റ് ചെയ്ത് അതിനകത്ത് പറയുന്ന ഓരോ വാക്കും പെറുക്കി പെറുക്കി ഇന്നതാണ് അർത്ഥം. അത് ഞാൻ നമസ്കാരത്തിന്റെ ഇടയിലെ ഇരുത്തത്തിലുള്ള ദുആ എന്ന് പറയാം. അല്ലാഹുമ്മ അഗ്ഫിർലി, അല്ലാഹുവേ നീ എനിക്ക് പുറത്തു തരണേ അല്ലെ, വർഹംനി നീ റഹ്മത്ത് തരണേ, വജ്ബുർനി അല്ലെ നീ എന്റെ പ്രശ്നങ്ങൾ, നീ എന്നെ ഇഷ്യൂസ് ഫിക്സ് ചെയ്തതാ അല്ലെ, വർഫാനി നീ എന്നെ ഉയർത്തിത്താ, വർസുഖ്നി നീ എനിക്ക് റിസ്ക് താ, വഹ്ദീനി നീ എനിക്ക് ഹിദായത്ത് താ, വആഫിനി നീ ആഫിയത്ത് താ. ഈ ഓരോ വാക്കും നമ്മൾ പല പ്രാവശ്യം അല്ലെ, ഒരൊറ്റ വക്തില് 4 റക്അത്തില് നമ്മളത് ശ്രദ്ധിച്ച് നമുക്ക് ചെയ്യാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ എന്തായിരിക്കും നമ്മളുടെ കോൺസെൻട്രേഷൻ? സാധാരണ നോർമൽ ആയിട്ടുള്ള മനുഷ്യന്മാർക്ക് ഒരിക്കലും റിപ്പീറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ വരുമ്പം ശ്രദ്ധിക്കാനോ ചിന്തിക്കാനോ പറ്റൂല. പക്ഷെ അതിന് നമുക്ക് കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടെന്നുണ്ടെങ്കിൽ, അപ്പൊ നമ്മൾ അള്ളാഹുവിൽ കോൺസെൻട്രേറ്റ് ചെയ്യാൻ നമ്മളെ കൊണ്ട് പറ്റുന്നുണ്ടെന്നുണ്ടെങ്കിൽ, നമ്മളെക്കാളും ബുദ്ധിയും ഫോക്കസും ക്ലാരിറ്റിയും ഉള്ള ഒരു വ്യക്തി ഭൂമിയിൽ ഉണ്ടാവില്ല. ഈ ലോകത്ത് ഒരു മെഡിറ്റേഷന്റെ ആവശ്യം ഉണ്ടായിരുന്നില്ല. പക്ഷെ നമ്മളാണ് ഇതൊക്കെ ഉണ്ടാക്കിക്കൊണ്ടുവന്നത്. ലോകത്ത് മുഴുവൻ ഇത്രയും മെഡിറ്റേഷനും മൈൻഡ് തെറാപ്പീസ് ഒക്കെ നമ്മളാണ് ഉണ്ടാക്കിക്കൊണ്ടുവന്നത്. കാരണം ഇത്രയും വലിയൊരു സൊല്യൂഷൻ നമ്മളെ കയ്യിലുണ്ടായിട്ട് നമ്മളത് ആർക്കും കാണിച്ചു കൊടുത്തിട്ടില്ല. നമ്മൾ ഉപയോഗിച്ചാലല്ലേ നമുക്ക് കാണിച്ചു കൊടുക്കാൻ പറ്റുള്ളൂ അല്ലേ. നമ്മളെ വീട്ടിന് അടിയിൽ ഒരു ട്രഷർ ഉണ്ടെന്ന് നോക്കാം, ഒരു നിധി ഉണ്ടെന്ന് നോക്കാം, നമ്മളത് കണ്ടിട്ടുമില്ല, ഉപയോഗിച്ചിട്ടുമില്ല, മറ്റുള്ളവർക്ക് കൊടുത്തിട്ടുമില്ല. എന്നാൽ നമ്മളത് കണ്ട് അത് നമ്മൾ ഉപയോഗിച്ച് മറ്റുള്ളവർക്ക് കൊടുത്തത്, അതിന് രണ്ടുള്ള വ്യത്യാസം എന്താ അല്ലെ. ആദ്യത്തെ കേസിൽ നമ്മൾ കണ്ടിട്ടില്ല, നമ്മൾ അത് ഉപയോഗിച്ചിട്ടില്ല, ബാക്കിയുള്ളവർക്ക് കൊടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ ചുറ്റുപാടുമുള്ളവർ എത്ര കഷ്ടപ്പെടുമ്പോഴും അവരവരുടെ ജീവിതത്തിന്റെ കഷ്ടപ്പാടിന് വേണ്ടിയിട്ട് അവർ സൊല്യൂഷൻസ് കണ്ടെത്താൻ ശ്രമിക്കും. എന്നാൽ നമ്മൾ ഈ നിധി നമ്മൾ കണ്ട് നമ്മൾ ഉപയോഗിച്ച് അവർക്ക് കൊടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ അവർക്ക് സൊല്യൂഷൻ കണ്ടെത്തണ്ട അല്ലെ, അവരതുകൊണ്ട് ജീവിച്ചോളും. അപ്പോൾ ഇതേപോലെയാണ് നമ്മളുടെ കയ്യിലുള്ള നിധിയായ ഖുർആനെ നമ്മൾ കണ്ടിട്ടുമില്ല, ഉപയോഗിച്ചിട്ടുമില്ല, അത് നമ്മൾ മറ്റുള്ളവർക്ക് കൊടുത്തിട്ടുമില്ല. അതുകൊണ്ട് അവരൊക്കെ അവരുടെ സൊല്യൂഷൻസ് കണ്ടെത്തിയിട്ടാണ് ഈ മെഡിറ്റേഷനും മൈൻഡ് തെറാപ്പീസും ഒക്കെ ഉണ്ടായത്. നമ്മളായിട്ട് ഉണ്ടാക്കിയതാ, ആരും കുറ്റം പറയണ്ട. ഓക്കെ, ഇനിയെങ്കിലും നമ്മൾ നമ്മളുടെ ബുദ്ധികൾ ഉപയോഗിച്ച് തുടങ്ങണം, നമ്മളെ ഫോക്കസ് ഉപയോഗിച്ച് തുടങ്ങണം, മൈൻഡ് ക്ലാരിറ്റി നമ്മൾ ഉപയോഗിച്ച് തുടങ്ങണം, ബുദ്ധി പുറത്തേക്ക് വരണം, പ്രവർത്തിക്കണം നമ്മളുടെ ബുദ്ധികൾ. ഓക്കെ, നമ്മളെപ്പോലെ ബുദ്ധിയുള്ളവർ വേറെ ആരും ദുനിയാവിലില്ല. സ്പെഷ്യലായിട്ട് ഞാൻ മുമ്പ് എപ്പോഴോ അഖീദ ക്ലാസ്സിൽ എന്തോ ഒരു കണക്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ലോകത്തിലുള്ള മൊത്തം ജനതയുടെ ജസ്റ്റ് ഒരു 1% അല്ലെങ്കിൽ 2% ഉള്ളൂ ശരിക്കുമുള്ള രീതിയിൽ തൗഹീദ് അനുസരിച്ച് ജീവിക്കാൻ ഭാഗ്യമുള്ളവർ. അപ്പം ലോകത്തിന്റെ ഇത്രയും കോടി കോടി ജനങ്ങളുടെയും മേലെയാണ് ശരിക്കും നമ്മുടെ പൊസിഷൻ. അത് നമ്മൾ ഉപയോഗിക്കുന്നില്ല എന്നേ ഉള്ളൂ. അള്ളാഹു അതിനുള്ള തൗഫീക്ക് നമുക്ക് തരട്ടെ, ആമീൻ. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് ഖുശൂഉള്ള നമസ്കാരം, അത് നമസ്കരിക്കുന്ന ആളുകളെക്കാൾ മേലെ ഒരാൾക്കും പോകാൻ പറ്റൂല. സുബ്ഹാനല്ലാഹ്. അപ്പം ഇന്നലത്തെ ക്ലാസ് കേട്ടതാണ് അല്ലെ നമസ്കാരത്തിന്റെ. അപ്പൊ എല്ലാവരും അതിനനുസരിച്ച് ഒരു ഖുശൂഓട് കൂടി, ഏറ്റവും ചുരുങ്ങിയത് അത് പറയുന്ന ഓരോ വാക്കുകളുടെ മീനിങ്, മീനിങ് മനസ്സിലേക്ക് വരുത്തിയിട്ട്, അർത്ഥം മനസ്സിലേക്ക് വരുത്തിയിട്ട് നമസ്കരിക്കാൻ തുടങ്ങി എന്ന് വിചാരിക്കുന്നു. ചെയ്യുന്നവരുണ്ടാവും, അൽഹംദുലില്ലാഹ് ഖൈർ, അത് അങ്ങനെ കണ്ടിന്യൂ ചെയ്യുക. ഇല്ലാത്തവരാണെങ്കിൽ ഓരോ വക്തിലും ഓരോ മൂവ്മെന്റിലും, അതായത് ഓരോ അള്ളാഹു അക്ബർ പറയുമ്പോഴും നമ്മളെ തന്നെ ഓർമ്മിപ്പിക്കുക, ഇപ്പൊ എന്റെ മനസ്സിൽ വന്ന ഈ ചിന്തയേക്കാൾ വലുതാണ് എന്റെ റബ്ബ്. ഓക്കെ, അള്ളാഹു അക്ബർ. ഇപ്പൊ എന്റെ മനസ്സിൽ വന്ന ഈ ചിന്തയേക്കാൾ വലുതാണ് എന്റെ റബ്ബ്. അതുകൊണ്ട് ഞാൻ റുക്കൂയിൽ ചിന്തിച്ച കാര്യം അങ്ങ് കളയട്ടെ, എത്തിദാലിലേക്ക് മാറുമ്പോൾ വീണ്ടും എന്റെ റബ്ബിനെ ഞാൻ കൊണ്ടുവരട്ടെ. സമിഅ അല്ലാഹു ലിമൻ ഹമിദ.
ചിലപ്പോൾ നമുക്ക് എത്തിദാലിൽ വരും ചിന്ത. അപ്പം അടുത്ത അള്ളാഹു അക്ബർ പറയുമ്പോൾ നമ്മൾ ഓർമ്മിപ്പിക്കുക എന്റെ റബ്ബാണ് ഈ ചിന്തയേക്കാൾ. ഇപ്പൊ എന്താണ് എന്റെ മനസ്സിൽ പോയത്, അത് ഈവൻ ഒരു ഇസ്ലാമികമായിട്ടുള്ള ഒരു ചാരിറ്റി വർക്ക് ചെയ്യാനാണെങ്കിൽ, ഒരു പുതിയ ക്ലാസ് എടുക്കാനുള്ള ചിന്തയാണ് വന്നതെങ്കിൽ പോലും നമ്മൾ ഓർമ്മിപ്പിക്കുക ഇതിനേക്കാളും വലുതാണ് എനിക്ക് എന്റെ റബ്ബ്. അപ്പൊ ആ രീതിയിലുള്ള ഒരു പ്രാക്ടീസ് നമ്മൾ മെല്ലെ മെല്ലെ കൊണ്ടുവരാം. ഇൻഷാ അല്ലാഹ് ഞാൻ ഒരു കുഞ്ഞു പണി എല്ലാവർക്കും തരാം. നിങ്ങൾ ഇപ്പൊ മുതലേ നമസ്കാരത്തിന്റെ എല്ലാ ദുആകളും എല്ലാവർക്കും അറിയായിരിക്കും, എല്ലാവർക്കും അറിയാം, എല്ലാവർക്കും അർത്ഥങ്ങളും അറിയായിരിക്കും. എന്നാലും നിങ്ങൾ 1-2 വക്തിൽ നമസ്കരിക്കുമ്പോൾ നോക്കുക എനിക്ക് എന്തെങ്കിലും അറിയാത്തതുണ്ടോ. ചിലപ്പം ഏറ്റവും ചുരുങ്ങിയത് എന്താണ് തശഹുദിന്റെ സമയത്ത് അല്ലെങ്കിൽ അത്തഹിയാത്തിന്റെ ഒരു ദുആയുടെ ഒരു വാക്കിന്റെ അർത്ഥം നമുക്ക് അറിയില്ല എന്നുണ്ടെങ്കിൽ അങ്ങനത്തെ എല്ലാ കാര്യങ്ങളും നോക്കി ക്ലിയർ ആക്കി പോവുക. അതേപോലെ ഒരേ കാര്യം തന്നെ പല ദ്വാകളുള്ളതുണ്ടാവും അല്ലെ. ഇപ്പം ഓപ്പണിംഗ് ദ്വാ വജ്ഹത്തുന്റെ പോലെ അല്ലാഹുമ്മ ബഅദു ബൈനി, അതുപോലെ ദ്വാകളുണ്ട്. അല്ലെങ്കിൽ സുജൂദിൽ സുബ്ഹാന റബ്ബിയൽ അഅല പറയുന്നത് പോലെ സുബ്ഹാനക അല്ലാഹുമ്മ പെട്ടെന്ന് കിട്ടുന്നില്ല കേട്ടോ. അപ്പം അങ്ങനെ വേറെ ദ്വാകൾ ഓരോ സ്റ്റേജിലും നമുക്കുണ്ട് അല്ലെ. അപ്പം അതുപോലെയുള്ള ദ്വാകളൊക്കെ ഇങ്ങനെ മെല്ലെ നോക്കിയിട്ട് പോവുക. ഞാൻ സിലബസ് ഒന്നും പറയുന്നില്ല, എപ്പോഴെങ്കിലും സമയം അനുവദിക്കുമ്പം നമസ്കാരത്തിലെ ദ്വാകളെ കുറിച്ച് മാത്രം ഒരു ടെസ്റ്റ് ഇടാം നമുക്ക്. ഓക്കെ, ഇൻഷാ അല്ലാഹ്. അപ്പം എന്തെങ്കിലും ക്ലാരിറ്റി കുറവ് എവിടെയെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ വുളു ഉണ്ടായിക്കോട്ടെ, വുളു നമസ്കാരം ഇൻഷാ അല്ലാഹ് നമുക്കൊരു ടെസ്റ്റ് ഇടണം. ആ ടെസ്റ്റിൽ ഒരു പക്ഷെ നമുക്ക് തെറ്റുകൾ പറ്റിയേക്കാം, ആ തെറ്റിൽ നിന്ന് നമുക്കത് പഠിക്കാൻ ശ്രമിക്കാം. നമ്മൾ ഹജ്ജിന്റെ ടെസ്റ്റ് ഇട്ടതുപോലെ എൻഡ് ടു എൻഡ് ഫുള്ള് കവർ ചെയ്തുകൊണ്ടാണ് നമുക്കൊരു ടെസ്റ്റ് ഇടാം. അത് പഠിപ്പിക്കാനൊന്നും ഇപ്പൊ ഇരിക്കുന്നൊന്നുമില്ല, നിങ്ങൾക്ക് ഇഷ്ടംപോലെ റിസോഴ്സസ് ഉണ്ട്, ഇഷ്ടംപോലെ ക്ലാസ്സുകളുണ്ട്, ബുക്കുകളുണ്ട്. ഏതാന്ന് വെച്ചാൽ നിങ്ങൾ നോക്കിയിട്ട് ശരിയായ സ്വഹിഹായ രീതിയിലുള്ള കാര്യങ്ങൾ പഠിച്ചു വെക്കുക. എപ്പോഴെങ്കിലും ഇൻഷാ അല്ലാഹ് ഗ്രൂപ്പുകൾ ഇഷ്ടംപോലെ ഉണ്ട് അതുപോലെ ആർക്കെങ്കിലും അതിന് താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ അങ്ങനത്തെ ഗ്രൂപ്പുകളിൽ ജോയിൻ ചെയ്യുക. ഇനി നിങ്ങൾക്ക് തന്നെ ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കിയിട്ട് ഒക്കെ ഒരു മാസം കൊണ്ട് ഇതെല്ലാം ഒന്ന് ക്ലിയർ ആക്കണം എന്നുണ്ടെങ്കിൽ അൽഹംദുലില്ലാഹ് ഖൈർ, അതിനുള്ള പ്രതിഫലം അല്ലാഹു നിങ്ങൾക്ക് തരട്ടെ. അപ്പൊ ആരാണോ അത് എങ്ങനെ ചെയ്യണോ ചെയ്യുക, ഓരോരുത്തരും ഇൻഡിവിജ്വലി ഉത്തരവാദിത്തം ഏറ്റെടുക്കുക. എന്തെങ്കിലും സമയം അനുവദിക്കുമ്പോൾ ഇതുപോലെ ഒരു ടെസ്റ്റ് ഉണ്ടാക്കിയിട്ട് നമുക്ക് എല്ലാവർക്കും ആ ടെസ്റ്റ് എടുക്കണം. അതിനിടയ്ക്ക് നമ്മൾ ഓരോ നമസ്കാരത്തിലും കൂടുതൽ ബെറ്റർ ആക്കാൻ നോക്കുക, കൂടുതൽ ശ്രദ്ധിക്കാൻ നോക്കുക, ഫോക്കസ് ചെയ്യാൻ നോക്കുക. അങ്ങനെ അല്ലാഹു സുബ്ഹാനഹു വ തആല അള്ളാഹു നമ്മളെ കൊണ്ട് ഉദ്ദേശിച്ച ഒരു കാര്യം ഉണ്ടല്ലേ, ലഅല്ലക്കും താഖിലൂൻ. അള്ളാഹു ഇത്രയും നിങ്ങൾക്ക് വിശദീകരിച്ചു തന്നത് നിങ്ങൾ ബുദ്ധി കൊടുത്ത് ചിന്തിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ അള്ളാഹു നമ്മളെ കൊണ്ട് പ്രതീക്ഷിച്ച ആ ഒരു അവസ്ഥയിലേക്ക് എത്താൻ വേണ്ടിയിട്ട് നമുക്ക് ശ്രമിക്കുക, ദുആ ചെയ്യുക. ബാക്കി അള്ളാഹു നമുക്ക് എത്തിച്ചു തന്നോളും, അള്ളാഹു എത്തിക്കട്ടെ. എന്നിട്ട് നമുക്ക് നമ്മളുടെ മക്കൾക്കും ആ മാതൃക കാണിച്ചു കൊടുക്കുമ്പോൾ അവര് നമ്മളെക്കാളും അടിപൊളി ബുദ്ധിയുള്ളവർ, അവരുടെ ബുദ്ധി നെക്സ്റ്റ് ജനറേഷൻ ബുദ്ധിയാ. സുബ്ഹാനല്ലാഹ്. അപ്പൊ അവരും അത് ഉപയോഗിക്കാൻ തുടങ്ങുമ്പോൾ സുബ്ഹാനല്ലാഹ് നാളെ നമ്മളെ മതി ലോകത്തെ ഭരിക്കാൻ. ബുദ്ധിയുള്ളവർക്ക് ഭരിക്കാൻ പറ്റുന്ന പോലെ വേറെ ആർക്കും ലോകത്തിന് ഭരിക്കാൻ പറ്റൂല. ഓക്കെ, അപ്പൊ നമ്മുടെ ബുദ്ധിയൊക്കെ ഇങ്ങോട്ട് പുറത്തേക്ക് വന്നോട്ടെ. അള്ളാഹു അതിനുള്ള തൗഫീക്ക് നമുക്ക് എല്ലാവർക്കും തരട്ടെ. ആമീൻ. اللهم إني عبدك ابن عبدك ابن أمتك ناصيتي بيدك ماض في حكمك عدل في قضاءك أسألك بكل اسم هو لك سميت به نفسك أو أنزلته في كتابك أو علمته أحدا من خلقك أو استأثرت به في علم الغيب عندك أن تجعل القرآن ربيع قلبي ونور صدري وجلاء حزني وذهاب همي. اللهم إني عبدك ابن عبدك ابن أمتك ناصيتي بيدك ماض في حكمك عدل في قضاءك أسألك بكل اسم هو لك سميت به نفسك أو أنزلته في كتابك أو علمته أحدا من خلقك أو استأثرت به في علم الغيب عندك أن تجعل القرآن റബീഅ ഖൽബി വനൂറ സ്വദരി വജലാഅ ഹുസ്നി വദഹാബ ഹമ്മി. അത് ഈ ദുആ ശരിക്കും ഹൃദയത്തിൽ അറിഞ്ഞുകൊണ്ട് തന്നെ ദുആ ചെയ്യാൻ ഞാൻ അതുകൊണ്ട് ഒന്ന് റിപ്പീറ്റ് ചെയ്തേ ഉള്ളൂ. ഓക്കെ, അപ്പം എപ്പോഴും നമ്മളിത് ശരിക്കും അറിഞ്ഞുകൊണ്ട് ദുആ ചെയ്യാൻ നിൽക്കുക. റബീഅ ഖൽബി ആവുമ്പോൾ, ഹൃദയത്തിന്റെ വസന്തമാവുമ്പോൾ സുബ്ഹാനല്ലാഹ് ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ അങ്ങോട്ട് വന്നോളും. ഒരു പക്ഷേ ഈ ദുആയുടെ ഉത്തരമായിട്ടായിരിക്കും ഇത്രയെങ്കിലും ചേഞ്ച് അൽഹംദുലില്ലാഹ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് കൊണ്ടുതന്നത്. സുബ്ഹാനല്ലാഹ്. اللهم إني أعوذ بك من علم لا ينفع ومن قلب لا يخشع ومن نفس لا تشبع ومن دعوة لا يستجاب لها. اللهم أرنا الحق حقا وارزقنا اتباعه وأرنا الباطل باطلا وارزقنا اجتنابه. ربنا اغفر لنا ولوالدينا وللمؤمنين يوم يقوم الحساب. اللهم اغفر للمسلمين والمسلمات والمؤمنين والمؤمنات الأحياء منهم والأموات. ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما. ربنا لا تزغ قلوبنا بعد إذ هديتنا وهب لنا من لدنك رحمة إنك أنت الوهاب. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. أقول قولي هذا واستغفر الله لي ولكم ولسائر المسلمين فاستغفره إنه هو الغفور الرحيم. وآخر دعوانا أن الحمد لله رب العالمين. السلام عليكم ورحمة الله وبركاته.